കുറ്റകൃത്യങ്ങളുടെ ചരിത്രത്തിന് മാനവരാശിയുടെ ചരിത്രത്തോളം തന്നെ പഴക്കമുണ്ട്. ചില കുറ്റകൃത്യങ്ങൾ സമൂഹത്തെ പിടിച്ചു കുലുക്കും, മറ്റു ചിലത് സമൂഹത്തിന്റെ പുഴുക്കുത്തുകളെ തുറന്നു കാട്ടും. രണ്ടാമത് പറഞ്ഞ കൂട്ടത്തിലുള്ള ഒരു കുറ്റകൃത്യത്തെക്കുറിച്ചുള്ള ചർച്ചകൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുകയാണ്. അതിലെ കുറ്റവാളിയുടെ പേര് നിങ്ങൾ ഉറപ്പായിട്ടും കേട്ടിരിക്കും: ജെഫ്രി എപ്സ്റ്റീൻ. സമ്പത്തിന്റെയും അധികാരത്തിന്റെയും കോട്ടകൊത്തളങ്ങളിൽ വിരാജിച്ചിരുന്ന 2 പതിറ്റാണ്ട് കാലം കൊണ്ട് ഈ നരാധമൻ പ്രവർത്തിച്ചു കൂട്ടിയ അതിക്രമങ്ങളുടെ വിശദാംശങ്ങൾ കേട്ടാൽ ആരും ഞെട്ടിത്തെറിച്ചു പോകും. ഇയാളുടെ ഉടമസ്ഥതയിലുള്ള പല ലക്ഷറി പ്രോപ്പർട്ടികളിലായി ലൈംഗികമായി പീഡിപ്പിക്കപ്പെട്ടത് 1200-ലധികം പെൺകുട്ടികൾ. അതിൽ തന്നെ പലരും പ്രായപൂർത്തിയാവാത്തവർ. പെൺസുഹൃത്ത് ഗിലെൻ മാക്സ്വെൽ വഴി ഇയാൾ കെണിയിൽപ്പെടുത്തി ദുരുപയോഗം ചെയ്തവരിൽ ഒരു 14 വയസ്സ് പ്രായമുള്ള ബാലിക വരെയുണ്ട്. എന്നാൽ ജെഫ്രി എപ്സ്റ്റീന്റെ കഥ ഒരു റേപ്പിസ്റ്റിന്റെ തലക്കുറി മാത്രമല്ല, മറിച്ച് കഠിനഹൃദയനായ ഒരു സീരിയൽ പ്രെഡേറ്റർ അളവറ്റ സമ്പത്തിന്റെയും അധികാരത്തിന്റെയും അന്തഃപുരങ്ങളിലേക്ക് നുഴഞ്ഞു കയറി അതിന്റെ ബലത്തിൽ തന്റെ ഇരകളെ തേടിപ്പിടിച്ചതിന്റെ കഥയാണ്. അതിനുള്ളിലുള്ളത് വാൾ സ്ട്രീറ്റിലെ ബോർഡ് റൂമുകൾ മുതൽ ലോകോത്തര സർവകലാശാലകൾ വരെ, രാഷ്ട്രീയ ദന്തഗോപുരങ്ങൾ മുതൽ ശതകോടീശ്വരന്മാരുടെ മാളികകൾ വരെ അയാളെ സ്വീകരിച്ച് ആനയിച്ചതിനു പിന്നിലെ നമ്മളെ അസ്വസ്ഥപ്പെടുത്താൻ പോകുന്ന രഹസ്യങ്ങളാണ്. 1.5 പതിറ്റാണ്ട് കാലത്തോളം ഇരകൾ പലരും നിരന്തരം കോളൗട്ടുകൾ നടത്തിയിട്ടും അവരെ ഒന്നും വിശ്വാസത്തിലെടുക്കാതെ ഈ നാട്ടിലെ സകല നീതി നിർവഹണ സംവിധാനങ്ങളും വർഷങ്ങളോളം എപ്സ്റ്റീൻ എന്ന കുറ്റവാളിയെ സംരക്ഷിക്കാൻ വേണ്ടി ഗൂഢാലോചന നടത്തിയത് എന്തുകൊണ്ടാവും? നമ്മൾ ആരാധിക്കുന്ന ബഹുമാനിക്കുന്ന പല ബുദ്ധിജീവികളും രാഷ്ട്ര നേതാക്കളും ബിസിനസ് മാഗ്നറ്റുകളും മറ്റും അയാളുടെ സ്വകാര്യ ദ്വീപിൽ നടന്ന ലഹരി സദസ്സുകളിൽ നിരങ്കുശം പങ്കെടുത്തത് എന്തിന്റെ പേരിലാകും? ഈ കഥ പറഞ്ഞു തീർന്നാലും നമുക്ക് മുന്നിൽ അവശേഷിക്കുന്ന ചോദ്യങ്ങൾ അങ്ങനെ പലതുമുണ്ട്. ന്യൂയോർക്കിലെ ഒരു മിഡിൽ ക്ലാസ് കുടുംബത്തിൽ ജനിച്ചു വളർന്ന ജെഫ്രി എപ്സ്റ്റീൻ എന്ന യുവാവ് അങ്ങനെ കാര്യമായ യോഗ്യതകളൊന്നും ഇല്ലാതിരുന്നിട്ടും ആദ്യം അധ്യാപകനും പിന്നീട് ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസറുമായി ലക്ഷക്കണക്കിന് ഡോളറിന്റെ സമ്പാദ്യം വാരിക്കൂട്ടിയതിന്റെ കഥ. അമേരിക്കയിലെ ധനികരുമായും അധികാര കേന്ദ്രങ്ങളിലെ ഉന്നതരുമായും സ്ഥാപിച്ചെടുത്ത അടുപ്പത്തിന്റെയും സ്വാധീനങ്ങളുടെയും ബലത്തിൽ ആ കൊടും ക്രിമിനൽ പിന്നീട് അങ്ങോട്ട് നടത്തിയ അതിഗുരുതരമായ ലൈംഗിക കുറ്റകൃത്യങ്ങളുടെയും മുതലെടുപ്പുകളുടെയും കഥ. അത് വല്ലാത്തൊരു കഥയാണ്. വല്ലാത്തൊരു കഥയുടെ നിലനിൽപ്പിന് വേണ്ടി യൂട്യൂബ് മെമ്പർഷിപ്പ് സംവിധാനം ആരംഭിച്ച കാര്യം പറഞ്ഞിരുന്നല്ലോ. ജോയിൻ ചെയ്ത് മെമ്പർഷിപ്പ് എടുത്ത എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നന്ദി. കൂടുതൽ ആളുകളിലേക്ക് ഈ ശ്രമം എത്തിക്കാനും ഈ സ്വതന്ത്ര സംരംഭത്തിന്റെ ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള അതിജീവനം ഉറപ്പിക്കാനുമായി പ്രിയപ്പെട്ടവരുടെ സഹകരണം ഇനിയും ആവശ്യമുണ്ട്. മെമ്പർഷിപ്പ് എടുക്കാൻ ബാക്കിയുള്ളവർ ഈ ദൗത്യത്തിന്റെ ഭാഗമാകണമെന്ന് വീണ്ടും അഭ്യർത്ഥിക്കുന്നു. മെമ്പർഷിപ്പുമായി ബന്ധപ്പെട്ട് ചിലർക്കെങ്കിലും ഉണ്ടായിട്ടുള്ള കൺഫ്യൂഷനെയും നിർദ്ദേശങ്ങളെയും കുറിച്ചുകൂടി ഒന്ന് സൂചിപ്പിക്കട്ടെ. ആദ്യം തന്നെ അറിയിച്ചതുപോലെ ഇത് എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഒരു കണ്ടന്റും പണം തന്ന് ജോയിൻ ചെയ്തവർക്ക് മാത്രമായിട്ട് ലിമിറ്റ് ചെയ്യാനുള്ള ഒരു ശ്രമമേ അല്ല. അതായത് പണം തന്ന് മെമ്പർമാരാകാൻ കഴിയാത്തവർക്കും വല്ലാത്തൊരു കാണാൻ യാതൊരു തടസ്സവുമില്ല. മെമ്പർഷിപ്പ് എടുത്തവർ ഞങ്ങളുടെ അഭ്യുദയകാംക്ഷികൾ മാത്രമാണ്. ഈ പ്രസ്ഥാനം നിലനിൽക്കാനും വല്ലാത്തൊരു കഥ തടസ്സമില്ലാതെ തുടരാനുമുള്ള അവരുടെ കരുതൽ മാത്രമാണ് ഈ സംഭാവന. മെമ്പർഷിപ്പ് തുക കുറയ്ക്കുന്നതിനെ കുറിച്ചും നിർദ്ദേശങ്ങൾ കണ്ടു. വാസ്തവം പറഞ്ഞാൽ നിങ്ങൾക്കൊക്കെ മനസ്സിലാകാൻ കഴിയുന്നത് പോലെ യൂട്യൂബ് വഴി നമുക്ക് കിട്ടുന്ന ഓരോ പൈസയും യൂട്യൂബിന്റെ പ്ലാറ്റ്ഫോം ഫീസ് കഴിഞ്ഞാണ് ഞങ്ങളുടെ കയ്യിലെത്തുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സംഭാവന സ്ഥാപനത്തിനായി ഉപയോഗപ്പെടുത്തണമെങ്കിൽ ഇപ്പോഴുള്ളതുപോലെയെങ്കിലും പേയ്മെന്റ് സ്റ്റേജുകൾ നിലനിർത്തിയേ തീരൂ. നമ്മൾ കൂടുതൽ സ്വതന്ത്രരാകുന്ന മുറയ്ക്ക് ഇതിൽ കുറവ് വരുത്തുന്നത് ഉറപ്പായും ആലോചിക്കാം. സ്വന്തം വെബ്സൈറ്റ് തുടങ്ങി പേയ്മെന്റ് ഇന്റഗ്രേഷൻ പ്ലാറ്റ്ഫോമുകൾ വഴി നേരിട്ട് പണം എത്താനുള്ള വഴികളും ചിലർ നിർദ്ദേശിച്ചിരുന്നു. അതിനായി ഒറ്റയടിക്കുണ്ടാകുന്ന ചെലവും എത്രത്തോളം കൺവേർഷൻ വരുമെന്ന കാര്യത്തിലുള്ള ഉറപ്പില്ലായ്മയുമാണ് ഇതിൽ നിന്ന് ഞങ്ങളെ തൽക്കാലത്തേക്കെങ്കിലും തടയുന്നത് എന്നും അറിയിക്കട്ടെ. എന്തായാലും വല്ലാത്തൊരു കഥയിലൂടെ തുടങ്ങി വെച്ച ഇൻഡിപെൻഡന്റ് സ്റ്റോറി ടെല്ലിങ്ങിനെ പിന്തുണയ്ക്കാനുള്ള ഞങ്ങളുടെ ശ്രമം കൂടുതൽ പേർ ഏറ്റെടുക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഇതിനെക്കുറിച്ച് ഇതുവരെ അറിയാത്ത ഈ പരിപാടിയുടെ അഭ്യുദയകാംക്ഷികളിലേക്ക് കൂടി ഈ സന്ദേശം എത്തിക്കണമെന്നും അറിയിക്കുന്നു. ഇനിയും ജോയിൻ ചെയ്യാത്ത പ്രിയപ്പെട്ടവർ ചാനൽ നെയിമിന് അടുത്തുള്ള ജോയിൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളാൽ കഴിയുന്ന സഹായം ചെയ്യണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് വീഡിയോയിലേക്ക് കടക്കാം. ജെഫ്രി എപ്സ്റ്റീന്റെ കുടുംബ പശ്ചാത്തലം പരിശോധിച്ചാൽ അതിൽ നമുക്ക് കാണാനാവുന്ന ഒരു പൊതുവായ ഘടകം എക്സൈൽ അഥവാ പലായനമാകും. 19ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ ലിറ്റ്വാനിയയിൽ നിന്ന് അമേരിക്കയിലേക്ക് പലായനം ചെയ്തെത്തിയ മാർക്സ് ലെന സ്റ്റൊഫോൾസ്കി ദമ്പതിമാരുടെ മകളാണ് എപ്സ്റ്റീന്റെ അമ്മ പൗള. അച്ഛൻ ബ്രൂക്ലിൻ സ്വദേശി സെയ്മോർ എപ്സ്റ്റീൻ ക്രൗൺ ഹൈറ്റ്സിൽ വന്ന് കുടിയേറിയ റഷ്യൻ അഭയാർത്ഥികളായ ജൂലിയസ് ബാസി എപ്സ്റ്റീൻ ദമ്പതികളുടെ മകനാണ്. കുട്ടിക്കാലം തൊട്ട് എപ്സ്റ്റീനെ പരിചയമുള്ളവർ അയാളെ വിശേഷിപ്പിക്കുന്നത് അന്തർമുഖനും അങ്ങേയറ്റം മിതഭാഷിയുമായിട്ടുള്ള ഒരാൾ എന്നാണ്. ന്യൂയോർക്കിലെ കോണി ഐലൻഡ് പ്രദേശത്തെ വർക്കിംഗ് ക്ലാസ് ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഗേറ്റഡ് നെയ്ബർഹുഡായ സീഗേറ്റ് ഏരിയയിലാണ് അയാൾ തന്റെ ബാല്യ കൗമാരങ്ങൾ ചെലവിടുന്നത്. NYC പാർക്സ് ഡിപ്പാർട്ട്മെന്റിലായിരുന്നു അയാളുടെ അച്ഛന് ജോലി. അമ്മ ഒരു സ്കൂൾ എയ്ഡ് ആയിരുന്നു.
എപ്സ്റ്റീൻ്റെ ബാല്യകാലത്ത് അങ്ങനെ പറയത്തക്ക സമ്പൽ സമൃദ്ധിയോ ആഡംബര ജീവിതമോ ഒന്നും അയാൾക്ക് സിദ്ധിച്ചിട്ടുള്ളതായിട്ട് എവിടെയും പരാമർശങ്ങളില്ല. ബ്രൂക്ലിനിലെ ലെഫയറ്റ് ഹൈസ്കൂളിൽ പഠിക്കുന്ന കാലത്ത് പഠന മികവിൻ്റെ പേരിൽ ഗ്രേഡുകൾ സ്കിപ്പ് ചെയ്ത് പഠിക്കാൻ ജെഫ്രിക്ക് സാധിക്കുന്നുണ്ട്. പിയാനോ തിരക്കേടില്ലാതെ വായിക്കുമായിരുന്ന അയാൾക്ക് ഗണിതത്തിൽ അത്യസാധാരണമായിട്ടുള്ള സിദ്ധിയുണ്ടായിരുന്നു. 16 വയസ്സ് തികയുന്നതിന് മുമ്പ് തന്നെ ജെഫ്രി ഈസ്റ്റ് വില്ലേജിലെ കൂപ്പർ യൂണിയനിൽ അഡ്വാൻസ്ഡ് മാത്തമാറ്റിക്സ് ക്ലാസുകൾക്ക് ചെന്നു ചേരുന്നു. 1971 കൂപ്പറിലെ പഠനം പൂർത്തിയാക്കി ജെഫ്രി ന്യൂയോർക്ക് സർവകലാശാലയിലേക്ക് ഉപരിപഠനത്തിനെത്തുന്നു. അവിടുത്തെ കൂറന്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അയാൾ ഹൃദയം പ്രവർത്തിക്കുന്നതിൻ്റെ മാത്തമാറ്റിക്കൽ മോഡൽ പഠിച്ചെടുക്കാൻ ശ്രമിക്കുന്നു. പഠിക്കാൻ തിരഞ്ഞെടുത്ത വിഷയം വളരെ ഗൗരവമുള്ളതും അപൂർവമായിരുന്നുവെങ്കിലും ആ പഠനം അയാൾക്ക് പൂർത്തീകരിക്കാൻ സാധിക്കുന്നില്ല. ഒടുവിൽ ഏതാനും വർഷങ്ങൾക്കിപ്പുറം ബിരുദം നേടാതെ അയാൾ കോളേജ് വിട്ടിറങ്ങുന്നു. അങ്ങനെ കയ്യിൽ പറയത്തക്ക വിദ്യാഭ്യാസ യോഗ്യത ഒന്നും ഇല്ലാതിരുന്നിട്ടും എപ്സ്റ്റീന് 1971 അപ്പർ ഈസ്റ്റ് സൈഡിലെ ഡാൽട്ടൺ സ്കൂളിൽ ഒരു ഗണിതാധ്യാപകനായിട്ട് ജോലി കിട്ടുന്നു. ന്യൂയോർക്കിലെ ഏറ്റവും പോഷായിട്ടുള്ള പണക്കാരുടെ പിള്ളേർ മാത്രം പഠിക്കുന്ന ഒരു സ്കൂളായിരുന്നു അത്. അവിടെ എപ്സ്റ്റീനെ പോലെ പറയാനൊരു ഡിഗ്രി പോലും ഇല്ലാത്ത യുവാവിന് എങ്ങനെ ഒരു അധ്യാപക ജോലി കിട്ടി എന്നത് വ്യക്തമല്ല. എന്നാലും ഗോ ഫോർത്ത് അൺഅഫ്രെയ്ഡ് എന്ന ഡാൽട്ടൺ സ്കൂളിന്റെ മോട്ടോ എപ്സ്റ്റീൻ ഇക്കാര്യത്തിൽ അക്ഷരാർത്ഥത്തിൽ പിന്തുടർന്നതാകാനാണ് സാധ്യത. സമ്പന്ന കുടുംബങ്ങളിൽ നിന്ന് വന്നിരുന്ന വളരെ പ്രിവിലേജ്ഡ് ആയിട്ടുള്ള കുട്ടികൾ പഠിക്കുന്ന ഒരു സ്കൂളാണത്. അവിടുത്തെ കാര്യങ്ങളെല്ലാം കുട്ടികളുടെ രക്ഷിതാക്കൾ നേരിട്ടാണ് നിയന്ത്രിക്കുന്നത്. അങ്ങനെ ഒരുപാട് കുട്ടികളൊന്നും അവിടെ പഠിക്കുന്നില്ല. ക്ലാസ്സുകളുടെ സ്ട്രെങ്ത് ഒക്കെ വളരെ കുറവാണ്. അതുകൊണ്ട് കുട്ടികളുടെ പാരൻസിന് അധ്യാപകരെയും അവർക്ക് തിരിച്ചും നല്ല പരിചയമുണ്ടാവും. കൂട്ടത്തിൽ രക്ഷിതാക്കൾക്ക് ഏറ്റവും വിശ്വാസവും ഇഷ്ടവും അന്ന് ഏറെ സൗമ്യമായിട്ട് മാത്രം ആളുകളോട് ഇടപെട്ടിരുന്ന എപ്സ്റ്റീനെ ആയിരുന്നു. അങ്ങനെയുള്ള ചില സൗഹൃദങ്ങളാണ് എപ്സ്റ്റീനെ തൻ്റെ ജീവിതത്തിലെ അടുത്ത അധ്യായത്തിലേക്ക് കൈപിടിച്ച് നടത്തുന്നത്. ജെഫ്രി എപ്സ്റ്റീൻ്റെ ജീവിതത്തിലെ രണ്ടാമത്തെ അധ്യായം ഒരു ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസർ എന്ന റോളിലാണ്. ന്യൂയോർക്കിലെ സമ്പന്നരായിട്ടുള്ള നിരവധി പേരുടെ വെൽത്ത് മാനേജ് ചെയ്യുന്ന ഈ സ്ഥാപനത്തിൽ ഒരു ഇൻവെസ്റ്റ്മെന്റ് ബാങ്കറായിട്ട് എങ്ങനെയാണ് ജെഫ്രി എപ്സ്റ്റീൻ എത്തിപ്പെട്ടത് എന്ന കാര്യത്തിൽ ഇന്നും വ്യക്തതയില്ല. ഇതേപ്പറ്റി 3 കഥകളാണ് പറഞ്ഞു കേൾക്കുന്നത്. 3 കഥകളും പറയുന്നത് ബിയർ സ്റ്റേൺസിലെ ഒരു ഉന്നത സീനിയർ എക്സിക്യൂട്ടീവ് ആയിട്ടുള്ള എയ്സ് എന്ന വിളിപ്പേരിൽ അറിയപ്പെട്ടിരുന്ന അലൻ ഗ്രീൻബർഗുമായിട്ട് എപ്സ്റ്റീൻ സ്ഥാപിച്ചെടുത്ത അടുപ്പത്തെക്കുറിച്ചാണ്. ആ അടുപ്പം അയാൾ എങ്ങനെ സ്ഥാപിച്ചു എന്നതിലാണ് ഈ 3ഉം വ്യത്യാസപ്പെട്ടിരിക്കുന്നത്. ഒന്നാമത്തെ വെർഷൻ പ്രത്യക്ഷപ്പെടുന്നത് ദ അൺടോൾഡ് സ്റ്റോറി ഓഫ് ഹൗ ജെഫ്രി എപ്സ്റ്റീൻ ഗോട്ട് റിച്ച് എന്ന ശീർഷകത്തിൽ ന്യൂയോർക്ക് ടൈംസ് പത്രത്തിൽ അച്ചടിച്ചു വന്ന ഒരു ലേഖനത്തിലാണ്. ഈ ആർട്ടിക്കിളിൽ പറയുന്നത് ഏതോ ഒരു ആർട്ട് ഗാലറി ഇവന്റിൽ വെച്ച് എപ്സ്റ്റീൻ ഡാൾട്ടണിലെ തൻ്റെ വിദ്യാർത്ഥികളിൽ ആരുടെയോ പാരന്റിനെ പരിചയപ്പെട്ടുവെന്നും ആ പാരന്റ് അദ്ദേഹത്തെ ബിയർ സ്റ്റേൺസിലെ അലൻ ഗ്രീൻബർഗിനെ പരിചയപ്പെടുത്തി എന്നുമാണ്. രണ്ടാമത്തെ കഥ ആസ്പദമായിരിക്കുന്നത് ഗ്രീൻബർഗിന്റെ മകൾ ലീനുമായിട്ട് എപ്സ്റ്റീൻ ഉണ്ടായി എന്ന് പറയപ്പെടുന്ന ഒരു പ്രണയബന്ധമാണ്. മൂന്നാമത്തെ വർഷം പറയുന്നത് ഗ്രീൻബർഗിന്റെ മകൻ ടെഡിന്റെ ട്യൂട്ടറായിരുന്നു എപ്സ്റ്റീൻ എന്നും മകന്റെ പ്രിയ അധ്യാപകൻ എന്ന നിലയ്ക്കുണ്ടായിരുന്ന അടുപ്പമാണ് അയാൾക്ക് ബിയർ സ്റ്റേൺസിലേക്കുള്ള വഴി തെളിച്ചത് എന്നുമാണ്. സംഗതി എന്തായാലും ബിയർ സ്റ്റേൺസ് പോലെ ഒരു സ്ഥാപനത്തിലേക്ക് എത്തിച്ചേരാൻ വേണ്ട ക്രെഡൻഷ്യൽസ് തുടക്കത്തിൽ എപ്സ്റ്റീൻ വ്യാജമായി സൃഷ്ടിച്ചുവെന്നും പിന്നീട് അത് ചോദ്യം ചെയ്യപ്പെട്ട അവസരത്തിൽ ഗ്രീൻബർഗുമായിട്ടുണ്ടായിരുന്ന അടുപ്പത്തിന്റെ പുറത്ത് ഇയാളെ രക്ഷപ്പെട്ടു എന്നുമാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ഈ ബിയർ സ്റ്റേൺസിൽ എപ്സ്റ്റീൻ നിരവധി കോടീശ്വരന്മാരുടെ പോർട്ട്ഫോളിയോകൾ അന്ന് കൈകാര്യം ചെയ്യുന്നുണ്ട്. ഉദാഹരണത്തിന് സീഗ്രം എന്ന കനേഡിയൻ വിസ്കി കമ്പനി ഉടമയായിട്ടുള്ള എഡ്ഗർ ബ്രോൺഫ്മാൻ. 1981 ബ്രോൺഫ്മാൻ എപ്സ്റ്റീൻ വഴിക്ക് സെന്റ് ജോൺ മിനറൽസ് കോർപ്പറേഷന്റെ ഓഹരികൾ വലിയ തോതിൽ വാങ്ങിക്കൂട്ടാൻ ഒരു ശ്രമം നടത്തി. അന്ന് അയാൾ ഓഫർ ചെയ്യുന്നത് ഷെയർ ഒന്നിന് $45, അതായത് നിലവിൽ ട്രേഡ് ചെയ്യുന്നതിന് 3 ഇരട്ടിയോളം വിലയാണ്. ഫൈനൽ ക്ലോസിംഗ് എമൗണ്ട് ഏതാണ്ട് $2 ബില്യൺ വരും. വളരെ അഗ്രസീവായിട്ടുള്ള ഈ ടേക്ക് ഓവർ ബിഡ് പക്ഷേ സെന്റ് ജോൺ മാനേജ്മെന്റ് അന്ന് നിരസിക്കുന്നു. ഈ വിഷയം അമേരിക്കയിലെ സ്റ്റോക്ക് മാർക്കറ്റ് റെഗുലേറ്റർ ബോഡി ആയിട്ടുള്ള SECയുടെ ശ്രദ്ധയിലും അന്ന് പതിയുന്നു. അതിലവരൊരു ഇൻസൈഡർ ട്രേഡിങ്ങിനുള്ള സാധ്യത മണത്ത് അതിന്മേലുള്ള അന്വേഷണം ആരംഭിക്കുന്നു. അന്ന് അവർ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ച ബിയർ സ്റ്റേൺ ജീവനക്കാരുടെ പട്ടികയിൽ എപ്സ്റ്റീനും ഉണ്ടായിരുന്നു. ഈയൊരു സംഭവമാണ് ജെഫ്രി എപ്സ്റ്റീൻ എന്ന പേര് അസ്വാഭാവികമായിട്ടുള്ള കാരണങ്ങൾ കൊണ്ട് ഏതെങ്കിലും ഒരു ഫെഡറൽ റെക്കോർഡിൽ ഇടം പിടിച്ചിട്ടുള്ള ആദ്യത്തെ സന്ദർഭം. വലിയൊരു തുകയുടെ ഈ കുംഭകോണത്തിൽ പക്ഷേ എപ്സ്റ്റീൻ താനൊരു നിരപരാധിയാണ് എന്ന സ്റ്റാൻഡാണ് സ്വീകരിക്കുന്നത്. SECക്ക് അന്ന് എപ്സ്റ്റീൻ കൊടുത്ത മൊഴി എഡ്ഗർ ബ്രോൺഫ്മാനെയും സംരക്ഷിച്ചുകൊണ്ടുള്ള ഒന്നായിരുന്നു. അതോടെ ഏത് പ്രതിസന്ധി ഘട്ടത്തിലും വിശ്വസിക്കാവുന്ന ഒരാൾ എന്ന ഖ്യാതി വാൾസ്ട്രീറ്റിൽ എപ്സ്റ്റീനെ തേടിയെത്തി. ഇങ്ങനൊരു അന്വേഷണമൊക്കെ ഉണ്ടായപ്പോഴേക്കും എപ്സ്റ്റീൻ ബിയർ സ്റ്റേൺസ് വിട്ട് ഇറങ്ങിക്കഴിഞ്ഞിരുന്നു. എന്തിനാണ് രാജിവെച്ച് ഇറങ്ങുന്നത് എന്ന് എപ്സ്റ്റീൻ എവിടെയും കൃത്യമായിട്ട് പറഞ്ഞിട്ടില്ല. പക്ഷേ അടുപ്പമുള്ളവരോട് അയാൾ പറഞ്ഞ കാരണങ്ങളിലൊന്ന് വോറൻ ഐസൻസ്റ്റീൻ എന്നൊരു സുഹൃത്തിന് താൻ വ്യക്തിപരമായിട്ടുള്ള അടുപ്പം വെച്ച് നൽകിയ സ്വകാര്യ വായ്പയുടെ പേരും പറഞ്ഞുകൊണ്ട് കമ്പനി തന്നെ ചോദ്യം ചെയ്തതിൽ തനിക്ക് മനപ്രയാസം ഉണ്ടായി എന്നതാണ്. അങ്ങനെ ചോദ്യം ചെയ്തത് തൻ്റെ ആത്മാഭിമാനത്തെ വ്രണപ്പെടുത്തിയെന്നും അദ്ദേഹം പറഞ്ഞു. ഇതിനു പിന്നാലെയാണ് മറ്റൊരു നിർണായകമായിട്ടുള്ള വിഷയത്തിൽ എപ്സ്റ്റീൻ്റെ ഇടപെടൽ ഉണ്ടാവുന്നത്. 1980കളുടെ തുടക്കത്തിൽ സമ്പന്ന സ്പാനിഷ് നിക്ഷേപകനായിട്ടുള്ള അന്റോണിയ ഗ്രാഷ്യ ഫെർണാണ്ടസ് അദ്ദേഹത്തിന്റെ സമ്പത്തിന്റെ നല്ലൊരു അംശം ഡ്രിസ്ഡെയിൽ സെക്യൂരിറ്റീസ് കോർപ്പറേഷൻ എന്ന ഒരു സ്റ്റോക്ക് ആൻഡ് ബോണ്ട് ട്രേഡിംഗ് സ്ഥാപനത്തിൽ കൊണ്ട് പാർക്ക് ചെയ്യുന്നു. പെട്ടെന്നൊരു ദിവസം, കൃത്യമായി പറഞ്ഞാൽ 1982 ജൂൺ 15 ഡ്രിസ്ഡെയിൽ തങ്ങൾ പ്രവർത്തനം അവസാനിപ്പിക്കുകയാണ് എന്നൊരു പ്രഖ്യാപനം നടത്തുന്നു.
ഒരൊറ്റ രാത്രി ഇരുട്ടി വെളുത്തപ്പോഴേക്കും ഇവരെ വിശ്വസിച്ച് കോടിക്കണക്കിന് ഡോളർ ഇൻവെസ്റ്റ് ചെയ്തിരുന്ന നിക്ഷേപകർക്കൊക്കെ പണം നഷ്ടമാവുന്ന സാഹചര്യം വന്നു. അക്കൂട്ടത്തിൽ ഏറ്റവും അധികം പണം കയ്യാലപ്പുറത്തായവരുടെ കൂട്ടത്തിൽ ഗാർഷ്യ ഫെർണാണ്ടസും ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ മകൾ ആന ഒബ്രഗോൺ അപ്പോഴേക്കും സ്പെയിനിൽ ഒരു അഭിനേത്രി എന്ന നിലയ്ക്ക് പ്രസിദ്ധി ആർജിച്ച് കഴിഞ്ഞിരുന്നു. അവർക്ക് ചില സുഹൃത്തുക്കൾ വഴി ജെഫ്രി എപ്സ്റ്റീൻ എന്ന ഈ ഇൻവെസ്റ്റ്മെന്റ് ബാങ്കറെ പരിചയമുണ്ടായിരുന്നു. വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള രീതിയിൽ കുടുങ്ങി കിടക്കുന്ന ഫണ്ടുകൾ ഊരിയെടുക്കാനുള്ള എപ്സ്റ്റീന്റെ കഴിവിനെ കുറിച്ച് ആന പറഞ്ഞു കേട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അവർ നേരിട്ട് അയാളെ സമീപിച്ചു. തന്റെ അച്ഛൻ ചെന്നുപെട്ടിരിക്കുന്ന ഊരാക്കുടുക്കിനെ കുറിച്ച് അയാളോട് പറഞ്ഞു. അച്ഛന്റെ നിക്ഷേപം രക്ഷിച്ചെടുക്കാമെങ്കിൽ തിരികെ കിട്ടുന്ന തുകയുടെ 1% കമ്മീഷനായിട്ട് കൊടുക്കാമെന്ന് അവർ എപ്സ്റ്റീന് വാഗ്ദാനം ചെയ്തു. ഈ കാര്യത്തിൽ ഏതുവിധേനയും പ്രവർത്തിക്കാനുള്ള സൗകര്യം കണക്കാക്കി അന്ന് അവർ എപ്സ്റ്റീന്റെ പേരിൽ ഒരു പവർ ഓഫ് അറ്റോർണിയും ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. 3 വർഷത്തോളം എപ്സ്റ്റീൻ ഈ മിസ്സിംഗ് ഫണ്ട്സിന്റെ പിന്നാലെ തന്നെയായിരുന്നു. US അറ്റോർണി ഓഫീസുമായിട്ട് ഡീല് ചെയ്ത് അയാൾ ഇന്റർനാഷണൽ ബാങ്കിങ്ങിന്റെ പല അടരുകൾ നിവർത്തിച്ചെന്ന് ഒടുവിൽ ഈ ഫണ്ട് കെയ്മൻ ഐലൻഡ്സിലെ ചില ഓഫ്ഷോർ അക്കൗണ്ടുകളിലേക്ക് ട്രേസ് ചെയ്യുന്നു. അതിന്റെ നല്ലൊരു അംശവും അന്ന് തിരിച്ചു പിടിച്ചു കൊടുക്കാൻ അന്ന് എപ്സ്റ്റീന് സാധിക്കുകയും ചെയ്തു. ഈ റിക്കവറിയിൽ എപ്സ്റ്റീന് കിട്ടിയ കമ്മീഷൻ തുക എത്രയായിരുന്നു എന്ന് ഒരിക്കലും വെളിപ്പെട്ടിട്ടില്ല എങ്കിലും അന്ന് മില്യൺ കണക്കിന് ഡോളർ അയാൾ കൈപ്പറ്റി എന്നത് ഉറപ്പാണ്. വൻതുക കമ്മീഷൻ കിട്ടി എന്നതല്ല ഈ കേസ് കൊണ്ട് എപ്സ്റ്റീനുണ്ടായ ഏറ്റവും വലിയ നേട്ടം. മറ്റാരെ കൊണ്ടും സാധിക്കാത്തത് സാധിക്കുന്ന വിരുദ്ധൻ എന്ന പ്രസിദ്ധി അതോടെ എപ്സ്റ്റീന് വാൾസ്ട്രീറ്റിൽ കിട്ടി. അധികം വൈകാതെ എപ്സ്റ്റീൻ ഇന്റർകോണ്ടിനെന്റൽ അസറ്റ്സ് ഗ്രൂപ്പ് എന്ന പേരിൽ സ്വന്തമായി ഒരു ഇൻവെസ്റ്റ്മെന്റ് ബാങ്കിംഗ് സ്ഥാപനവും ആരംഭിക്കുന്നു. ഈ പുതിയ സംരംഭത്തിൽ ഒരിക്കലും എപ്സ്റ്റീൻ മിഡിൽ ക്ലാസ് കസ്റ്റമർമാരെയോ സ്ഥാപനങ്ങളെയോ ഒന്നും അടുപ്പിച്ചിരുന്നില്ല. ശതകോടീശ്വരന്മാർക്ക് മാത്രമേ അയാൾ ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസ് അന്ന് കൊടുത്തിരുന്നുള്ളൂ. 80കളുടെ പകുതിയിൽ ഒരു ദിവസം അമേരിക്കൻ ഇൻഷുറൻസ് മേഖലയിലെ അധികായന്മാരിൽ ഒരാളായിട്ടുള്ള റോബർട്ട് മെയ്സ്റ്റർ ന്യൂയോർക്കിൽ നിന്ന് ഫ്ലോറിഡയിലെ പാം ബീച്ചിലേക്കുള്ള വിമാനത്തിലാണ്. യാത്രയ്ക്കിടെ ഫസ്റ്റ് ക്ലാസ്സിൽ തൊട്ടടുത്തിരുന്ന വ്യക്തിയുമായിട്ട് അദ്ദേഹം പരിചയപ്പെടുന്നു. ഏറെ നേരം കാര്യങ്ങൾ സംസാരിക്കുന്നു. വിമാനം ലാൻഡ് ചെയ്തപ്പോൾ ഒടുവിൽ രണ്ടുപേരും രണ്ടു വഴിക്ക് പോവുകയും ചെയ്യുന്നു. പിന്നീട് മെയ്സ്റ്റർ അതേക്കുറിച്ച് മറന്നുപോകുന്നു. 4 വർഷത്തിന് ശേഷം മെയ്സ്റ്റർക്ക് വീണ്ടും ആ കൂടിക്കാഴ്ചയെക്കുറിച്ച് ഒന്നുകൂടി ഓർത്തെടുക്കേണ്ട ഒരു ആവശ്യം വരുന്നു. 1989 അന്ന് എയോൺ എന്ന ഇൻഷുറൻസ് ബ്രോക്കിംഗ് സ്ഥാപനത്തിൽ ഒരു സീനിയർ എക്സിക്യൂട്ടീവ് ആയിരുന്നു ഈ മെയ്സ്റ്റർ. അദ്ദേഹത്തിന്റെ ക്ലയന്റും അടുത്ത സുഹൃത്തുമായിരുന്നു അന്ന് ലെസ് വെക്സ്നർ എന്ന ശതകോടീശ്വരൻ. പേര് പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ അറിയണമെന്നില്ല. എന്നാൽ അദ്ദേഹത്തിന്റെ ഉടമസ്ഥതയിൽ ഉണ്ടായിരുന്ന ചില ബ്രാൻഡുകളുടെ പേരുകൾ നിങ്ങൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും. ചില പ്രൊഡക്റ്റുകൾ ചിലപ്പോൾ നിങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടാവും. വിക്ടോറിയ സീക്രട്സ്, ബാത്ത് ആൻഡ് ബോഡി വർക്ക്സ് തുടങ്ങിയ അനവധി അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ ഉടമയായിരുന്നു വെക്സ്നർ. ഒഹിയോ സ്റ്റേറ്റിലെ തന്നെ ഏറ്റവും സമ്പന്നനായിട്ടുള്ള വ്യക്തി. എന്നാൽ അദ്ദേഹം അന്നൊരു പ്രശ്നം നേരിട്ടിരുന്നു. പുള്ളിയുടെ സ്വന്തം പേഴ്സണൽ ഫിനാൻസ് വലിയ പ്രശ്നങ്ങളിൽപ്പെട്ട് ഉഴലുന്ന കാലമാണ്. ഞാൻ എൻ്റെ ഇൻവെസ്റ്റ്മെന്റ് പോർട്ട്ഫോളിയോകൾ കൈകാര്യം ചെയ്യാൻ കുറെ ശുംഭന്മാരെ വെച്ചിട്ടുണ്ട്, ഒരു കാര്യവുമില്ല, എൻ്റെ സമ്പത്തിൽ എനിക്ക് തന്നെ കാര്യമായ നിയന്ത്രണമൊന്നും ഇല്ലാത്ത അവസ്ഥയാണ് ഇപ്പോൾ എന്ന് അദ്ദേഹം മേസ്റ്ററോട് പരാതിപ്പെടുന്നു. ഇങ്ങനൊരു പരിഭവം കേട്ടപ്പോൾ പെട്ടെന്ന് മേസ്റ്റർക്ക് ഓർമ്മ വന്നത് വർഷങ്ങൾക്ക് മുമ്പ് വിമാനത്തിൽ തൻ്റെ അടുത്തിരുന്ന് സംസാരിച്ച എപ്സ്റ്റീന്റെ മുഖമാണ്. കുഴപ്പം പിടിച്ച കെട്ടുപണിഞ്ഞു കിടക്കുന്ന പോർട്ട്ഫോളിയോകൾ കൈകാര്യം ചെയ്ത് നേരെയാക്കി എടുക്കാനുള്ള എപ്സ്റ്റീന്റെ മിടുക്കിനെ കുറിച്ച് അയാളന്ന് വെക്സ്നറോട് പറയുന്നു. ലെസ് വെക്സ്നറെ പോലെ ഒരു അതിസമ്പന്നനെ പരിചയപ്പെടുന്നതിൽ എപ്സ്റ്റീനും സന്തോഷമായി കാണുമെന്ന് മേസ്റ്റർ കരുതി. എന്നാൽ ആ സമയത്ത് വെക്സ്നർക്ക് എപ്സ്റ്റീന് ആവശ്യമുണ്ടായിരുന്ന പോലെ തന്നെ എപ്സ്റ്റീനും അങ്ങനെ ഒരു പിടിവള്ളിയുടെ ആവശ്യമുണ്ടായിരുന്നു. നേരത്തെ ബിയർ സ്റ്റേൺസിൽ ജോലി ചെയ്തുണ്ടാക്കിയ സമ്പത്തും ഗാർഷ്യ ഫെർണാണ്ടസിന്റെ ഫണ്ടുകൾ തിരിച്ചു കൊടുത്തപ്പോൾ കിട്ടിയ മില്യൺസ് ഓഫ് ഡോളേഴ്സിന്റെ കമ്മീഷനും എല്ലാം അപ്പോഴേക്കും എപ്സ്റ്റീൻ ദൂർത്തടിച്ച് നശിപ്പിച്ചു കഴിഞ്ഞിരുന്നു. എന്തായാലും ഈ സവിശേഷ സാഹചര്യത്തിൽ പരസ്പരം പരിചയപ്പെടുന്ന വെക്സ്നറും എപ്സ്റ്റീനും വളരെ പെട്ടെന്ന് തന്നെ അടുത്ത സ്നേഹിതരായിട്ട് മാറുന്നു. വെക്സ്നറുടെ ഇൻവെസ്റ്റ്മെന്റ് പോർട്ട്ഫോളിയോകൾ മാത്രമായിരുന്നില്ല അക്കാലത്ത് എപ്സ്റ്റീൻ നിയന്ത്രിച്ചിരുന്നത്. അയാളുടെ ജീവിതത്തിലെ ഏറ്റവും ഇന്റിമേറ്റ് ആയിട്ടുള്ള എല്ലാ സർക്കിളുകളിലേക്കും എപ്സ്റ്റീൻ അന്ന് ആക്സസ് കിട്ടുന്നു. വെക്സ്നറെ പോലെ തികഞ്ഞ കൺട്രോൾ ഫ്രീക്ക് ആയിട്ടുള്ള ഒരാൾ ഇങ്ങനെ സ്വന്തം ജീവിതത്തിന്റെ താക്കോൽ എപ്സ്റ്റീനെ പോലെ ഒരു ഔട്ട്സൈഡർക്ക് കൈമാറി അയാളുടെ നിയന്ത്രണത്തിന് വിധേയമായിട്ട് നിൽക്കുന്നത് കണ്ടപ്പോൾ അദ്ദേഹത്തെ പരിചയമുണ്ടായിരുന്ന പലരും അന്ന് നെറ്റി ചുളിക്കുന്നുണ്ട്. വെക്സ്നറുടെ വ്യക്തിപരമായിട്ടുള്ള പല തീരുമാനങ്ങളും അന്ന് എപ്സ്റ്റീൻ കൈക്കൊള്ളുന്ന സാഹചര്യം വരെ ഉണ്ടാകുന്നുണ്ട്. അതുപോലെ വെക്സ്നർ വിദേശത്ത് പര്യടനങ്ങൾക്ക് പോയി തിരിച്ചു വരുമ്പോൾ എപ്സ്റ്റീന് വേണ്ടി കുഞ്ഞു കുഞ്ഞു ഗിഫ്റ്റ് സുവനീറുകൾ കൊണ്ടുവരിക പോലും അന്നുണ്ടായിരുന്നു. ഈ വെക്സ്നറും എപ്സ്റ്റീനും തമ്മിലൊരു ഹോമോസെക്ഷൽ റിലേഷൻഷിപ്പ് ഉണ്ട് എന്നൊരു അഭ്യൂഹം പോലും അന്നുണ്ടായിരുന്നു. എന്നാൽ പിന്നീട് ട്രയലിന്റെ സമയത്ത് താനും വെക്സ്നറും തമ്മിൽ അടുത്തു പരിചയം പോലും ഇല്ല എന്ന് എപ്സ്റ്റീൻ എല്ലാം നിഷേധിച്ചപ്പോൾ മേൽപ്പറഞ്ഞ ഈ തെളിവുകളെല്ലാം അതിനെതിരെ സാക്ഷ്യം പറഞ്ഞു. ഈ വെക്സ്നർ എപ്സ്റ്റീൻ ബന്ധം അന്നത്തെ ബിസിനസ് സർക്കിളുകളിലും ടാബ്ലോയിഡ് പത്രങ്ങളിലും നിരവധി ഗോസിപ്പുകൾക്കും വഴിവെച്ചു. 1993 വെക്സ്നർ തന്നെക്കാൾ 24 വയസ്സിന് ഇളപ്പമുള്ള മോഡൽ അബിഗേൽ കോപ്പലിനെ വിവാഹം കഴിച്ചപ്പോൾ അതിന്റെ വിവാഹ ഉടമ്പടിയും മറ്റും തയ്യാറാക്കി അതിലെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ നെഗോഷിയേറ്റ് ചെയ്ത് കൂടെ നിന്നത് എപ്സ്റ്റീൻ ആയിരുന്നു. അന്ന് അയാൾ ആ വിവാഹ ചടങ്ങിനെ ഒരു പ്രത്യേക രീതിയിലാണ് നടത്തിയത്. കോപ്പൽ അവരുടെ ലോ ഓഫീസിൽ വെച്ച് അതിൽ ഒപ്പിട്ടപ്പോൾ വെക്സ്നർ തന്റെ കോപ്പി ഒപ്പിടുന്നത് സ്വന്തം ഓഫീസിൽ വെച്ചാണ്.
അന്ന് അവിടെ ഉണ്ടായിരുന്ന എപ്സ്റ്റീൻ്റെ ഒരു അനുയായി വിശദമായി തന്നെ അന്നത്തെ കാര്യങ്ങൾ പിന്നീട് ഓർത്തെടുത്തിട്ടുണ്ട്. ഈ ചടങ്ങിന് വേണ്ടി എപ്സ്റ്റീൻ ഒരു സ്പോർട്സ് ഇല്ലസ്ട്രേറ്റഡ് മോഡലിനെ വെക്സ്ലറുടെ ഓഫീസിലേക്ക് പ്രത്യേകം ഹയർ ചെയ്തു വരുത്തിയിരുന്നു. ഈ ലോകത്തിൽ വേറെയും സുന്ദരികളായിട്ടുള്ള സ്ത്രീകൾ എമ്പാടുമുണ്ട് എന്ന് വെക്സ്ലറെ ഓർമ്മിപ്പിക്കാൻ എന്ന പോലെ ആയിരുന്നു ഈ നടപടി. അതൊരു തമാശയ്ക്ക് എന്നവണ്ണം ഈ വാടകയ്ക്കെടുത്ത മോഡലിന്റെ വയറ്റിൽ എഗ്രിമെന്റിന്റെ കോപ്പി വെച്ചുകൊണ്ടാണ് എപ്സ്റ്റീൻ വെക്സ്ലറെ കൊണ്ട് അതിൽ ഒപ്പിടിക്കുന്നത്. ഒപ്പിടുമ്പോൾ എപ്സ്റ്റീൻ തന്റെ പ്രിയപ്പെട്ട സ്നേഹിതനോട് അവസാനമായിട്ട് ഒരിക്കൽ കൂടി ആർ യു ഷുവർ യു വാണ്ട് ടു ഡു ദിസ് എന്ന് ചോദിക്കുന്നുണ്ട്. യെസ് ജെഫ്രി, ക്വൈറ്റ് ഷുവർ എന്ന് വെക്സ്ലർ അപ്പോൾ മറുപടിയും കൊടുക്കുന്നുണ്ട്. വെക്സ്ലർ എന്ന ഇൻഫ്ലുവൻഷ്യൽ ഫാഷൻ ടൈക്കൂണുമായിട്ടുള്ള അടുത്ത ബന്ധം എപ്സ്റ്റീന് പലതരത്തിലും ഇക്കാലത്ത് ഗുണം ചെയ്യുന്നുണ്ട്. വിക്ടോറിയസ് സീക്രട്സ് എന്ന കമ്പനിക്ക് കീഴിൽ അന്ന് നിരവധി മോഡലുകൾ തങ്ങളുടെ കരിയറുകൾ കെട്ടിപ്പടുക്കുന്ന ഒരു കാലമായിരുന്നു. അത് എണ്ണമറ്റ യുവ മോഡലുകളിലേക്ക് എപ്സ്റ്റീന് ഡയറക്റ്റ് ആക്സസ് കൊടുത്തു. വെക്സ്ലറുടെ ലോകത്ത് വെച്ചാണ് എപ്സ്റ്റീൻ ജോൺ ലുക്ക് ബ്രൂണേൽ എന്നു പേരുള്ള മറ്റൊരു താപ്പാനെ പരിചയപ്പെടുന്നത്. 70കൾ തൊട്ട് തന്നെ ഫീൽഡിലുള്ള ഒരു മോഡലിംഗ് ഏജന്റാണ് ഈ ബ്രൂണൽ. മോണിക്ക ബെലൂച്ചി, ഷാരോൺ സ്റ്റോൺ, റേച്ചൽ ഹണ്ടർ തുടങ്ങി പിന്നീട് വിശ്വപ്രസിദ്ധരായിട്ടുള്ള പല മോഡലുകളുടെയും കരിയർ തന്നെ ഷേപ്പ് ചെയ്ത് താനാണ് എന്ന് ഇയാൾ അവകാശപ്പെടാറുണ്ട്. എന്നാൽ അതേസമയം ഈ ബ്രൂണൽ അത്യാവശ്യം കുപ്രസിദ്ധം കൂടിയായിരുന്നു. 1988 60 മിനിറ്റ്സ് എന്ന ടെലിവിഷൻ പ്രോഗ്രാം മോഡലിംഗ് ഇൻഡസ്ട്രിയിലെ ലൈംഗിക ചൂഷണങ്ങളെക്കുറിച്ചൊരു അന്വേഷണാത്മക റിപ്പോർട്ട് പുറത്തുവിട്ടപ്പോൾ അതിലെ ആരോപണങ്ങളുടെയൊക്കെ കേന്ദ്രബിന്ദു ഇതേ ബ്രൂണൽ തന്നെയായിരുന്നു. ആ കുപ്രസിദ്ധി പക്ഷേ ബ്രൂണലുമായിട്ടൊരു അടുപ്പം സ്ഥാപിക്കുന്നതിൽ നിന്ന് എപ്സ്റ്റീനെ അന്ന് തടയുന്നില്ല. അങ്ങനെ ഒരു കുഖ്യാതി ഉള്ളത് ഒരു പക്ഷേ എപ്സ്റ്റീനെ കൂടുതൽ വലിച്ചടുപ്പിച്ചിരിക്കാനാണ് സാധ്യതയുള്ളത്. എന്തായാലും എപ്സ്റ്റീൻ ഈ ബ്രൂണലിന്റെ വെൽത്ത് മാനേജ്മെന്റ് കൂടി ഏറ്റെടുക്കുന്നു. അയാൾക്ക് വേണ്ട ഫണ്ടുകളും ഒപ്പിച്ചു കൊടുക്കുന്നു. കാരിൻ മോഡൽസ് എന്ന പേരിൽ ബ്രൂണൽ ഉണ്ടായിരുന്ന ഏജൻസിയെ MC സ്ക്വയർ മോഡൽ മാനേജ്മെന്റ് എന്ന പേരിൽ വിജയകരമായിട്ട് എപ്സ്റ്റീൻ റീബ്രാൻഡ് ചെയ്തു കൊടുക്കുന്നു. മോഡലിംഗ് ഏജൻസിയുടെ പ്രതിനിധിയായിട്ട് സ്കാൻഡിനേവിയ, ഇസ്രായേൽ, മധ്യ യൂറോപ്പ്, മുൻ സോവിയറ്റ് റിപ്പബ്ലിക്കുകൾ, സൗത്ത് അമേരിക്ക എന്നിവിടങ്ങളിൽ നിരന്തരം യാത്ര ചെയ്തുകൊണ്ടിരുന്ന ബ്രൂണൽ അവിടങ്ങളിൽ മോഡലിംഗ് കോമ്പറ്റീഷനുകൾ നടത്തി. വിദേശ ഏജൻസികളുമായി യുവ മോഡലുകൾക്ക് വേണ്ടി കോൺട്രാക്റ്റുകൾ വർക്കൗട്ട് ചെയ്തു. ഈ പ്രദേശങ്ങളിൽ നിന്നെല്ലാമുള്ള ആസ്പയറിംഗ് യങ് മോഡലുകളെ കൂടുതൽ പ്രതിഫലമെന്ന മരീചിക മുന്നിൽ കാട്ടി പുതിയൊരു കരിയറിന് വേണ്ടി കടൽ കടന്ന് അമേരിക്കയ്ക്ക് ചെല്ലാൻ അയാൾ പ്രേരിപ്പിച്ചു. പിന്നീട് നടന്നിട്ടുള്ള പല അന്വേഷണങ്ങളിലായിട്ട് തെളിഞ്ഞ ഒരു കാര്യം, അന്ന് എപ്സ്റ്റീനും ബ്രൂണലും ചേർന്ന് വളരെ കൗശലകരമായിട്ട് ഓപ്പറേറ്റ് ചെയ്തത് മോഡലിംഗ് രംഗത്തേക്കുള്ള റിക്രൂട്ട്മെന്റ് മറയാക്കിയിട്ടുള്ള ഒരു കൊടിയ ലൈംഗിക ചൂഷണ റാക്കറ്റ് തന്നെ ആയിരുന്നു എന്നാണ്. മോഡലുകൾക്ക് മുന്നിൽ ഇവർ ആദ്യം അമേരിക്കയിലേക്കുള്ള ഒരു മോഡലിംഗ് കരിയറിന്റെ കരാർ വയ്ക്കും. അവരിൽ പലരും അൺറേജ്ഡ് പോലും ആയിരിക്കും. ഈ കരാറിൽ ഒപ്പിട്ട് ഇവർ അമേരിക്കയിലേക്ക് വിമാനത്തിൽ വന്നിറങ്ങുമ്പോൾ എപ്സ്റ്റീൻ്റെ ഉടമസ്ഥതയിലുള്ള ഫ്ളാറ്റുകളിലാണ് ഇവരെ പാർപ്പിക്കുക. എപ്സ്റ്റീൻ ഇവർക്ക് വേണ്ട വിസകൾ തയ്യാർ ചെയ്തു കൊടുക്കും. വിസ കിട്ടും വരെ തങ്ങാനുള്ള വാടകയും ഇവരിൽ നിന്ന് തന്നെ പിരിച്ചെടുക്കും. അമേരിക്ക പോലെ ഒരു വിദേശ രാജ്യത്ത് വന്നുപെട്ടു എന്ന് തിരിച്ചറിയുന്ന ഈ ബഡ്ഡിംഗ് മോഡലുകളെ വാടകയ്ക്കും കഴിഞ്ഞുകൂടാനുള്ള പണത്തിനും വിസ റെഡിയായി കിട്ടുന്നതിനുമൊക്കെ അങ്ങനെ എല്ലാ അർത്ഥത്തിലും എപ്സ്റ്റീനെ മേൽ ഡിപ്പെൻഡന്റ് ആക്കി നിർത്തുന്ന ഒരു സംവിധാനമായിരുന്നു അത്. ഇങ്ങനെ വെക്സ്ലറുമായിട്ടുള്ള പരിചയത്തിലൂടെ എപ്സ്റ്റീൻ്റെ നെറ്റ്വർക്കുകൾ 80കളിൽ വിശാലമായിക്കൊണ്ടിരിക്കെ 1991 അയാളുടെ ജീവിതത്തിലേക്ക് വളരെ നിർണായകമായിട്ടുള്ള ഒരു കഥാപാത്രം കടന്നു വരുന്നു. അതായിരുന്നു ഗിലെയ്ൻ മാക്സ്വെൽ. ബ്രിട്ടനിലെ അറിയപ്പെടുന്ന ഒരു മാധ്യമ കുടുംബത്തിലാണ് മാക്സ്വെലിന്റെ ജനനം. ഡെയിലി മിറർ, സൺഡേ മിറർ തുടങ്ങിയ പത്രങ്ങളുടെ ഉടമസ്ഥതയുള്ള മിറർ ഗ്രൂപ്പിന്റെ തലവനായിരുന്നു അച്ഛൻ റോബർട്ട് മാക്സ്വെൽ. അമ്മ എലിസബത്ത് മാക്സ്വെൽ ഫ്രഞ്ച് വേരുകളുള്ള ഒരു ഹോളോകോസ്റ്റ് സ്കോളർ ആയിരുന്നു. ജേണൽ ഓഫ് ഹോളോകോസ്റ്റ് ആൻഡ് ജെനോസൈഡ് സ്റ്റഡീസ് ഒക്കെ സ്ഥാപിക്കുന്നത് ഇവരാണ്. ഓക്സ്ഫോർഡിലെ ഹെഡിംഗ്ടൺ ഹിൽ ഹാൾ എന്ന പേരുള്ള ഒരു കൊട്ടാര സദൃശമായിട്ടുള്ള മാളികയിൽ അതിസമ്പന്നമായ കുടുംബ പശ്ചാത്തലത്തിലാണ് ഗിലെയ്ൻ തന്റെ ബാല്യ കൗമാരങ്ങൾ പിന്നിടുന്നത്. നിത്യേന എന്നോണം നടക്കുന്ന ലാവിഷ് പാർട്ടികൾ, അവിടെ വന്നു പോകുന്ന സിനിമാ താരങ്ങൾ, മന്ത്രിമാർ, മറ്റ് സെലിബ്രിറ്റികൾ, ഇങ്ങനെ പുറമേക്ക് ഏറെ വർണ്ണശബളമായിട്ടുള്ള ഒരു അന്തരീക്ഷമായിരുന്നു ആ ജീവിതത്തിലെങ്കിലും ആ മാളികയുടെ 4 ചുവരുകൾക്കുള്ളിൽ ജീവിതം ഭയത്തിനും ഭീഷണികൾക്കും നടുവിലായിരുന്നു. ഇൻഫോൾ എന്ന പേരിൽ ജോൺ പ്രസ്റ്റൺ രചിച്ച ഒരു ജീവചരിത്രമുണ്ട് റോബർട്ട് മാക്സ്വെലിൻ്റെതായി. അതിലദ്ദേഹം പറയുന്നത്, വീട്ടിൽ സദാ ഭീതിയുടേതായിട്ടുള്ള ഒരു അന്തരീക്ഷം നിലനിർത്തി പോന്നിരുന്ന മർക്കടമുഷ്ടിക്കാരനായ ഒരു കുടുംബനാഥനായിരുന്നു റോബർട്ട് മാക്സ്വെൽ എന്നാണ്. സ്ത്രീകൾ പുരുഷന്റെ സുഖസമ്പാദനോപാധികൾ മാത്രമാണ് എന്ന് കരുതിയിരുന്ന ഒരു പ്രോപ്പർ സെക്സിസ്റ്റ് ആയിരുന്നു ഈ റോബർട്ട് മാക്സ്വെൽ. ആ വീടിന്റെ തീന്മേശ പോലും അയാളുടെ പെർവർഷനുകളുടെ കൂത്തറങ്ങായിരുന്നു. കുട്ടികളെ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളും അവരുടെ അക്കാദമിക്സും ഒക്കെ പറഞ്ഞ് നിത്യം ചോദ്യം ചെയ്യും. ഉത്തരം ഇയാൾക്ക് ബോധിക്കുന്ന വിധത്തിൽ അല്ലെങ്കിൽ ഇരുത്തി അപമാനിക്കും. എന്നിട്ടും കലി തീർന്നില്ല എങ്കിൽ ബെൽറ്റ് കൊണ്ട് മർദ്ദിക്കും. അച്ഛനോടുള്ള പ്രതിഷേധം മറ്റുള്ള സഹോദരങ്ങൾ കാണിച്ചത് അദ്ദേഹത്തോട് തർക്കിച്ചോ അകൽച്ച കാണിച്ചോ ആയിരുന്നുവെങ്കിൽ ഗിലെയ്ൻ അതിനെ അതിജീവിച്ചത് അതിനോട് പൂർണ്ണമായിട്ടും കംപ്ലൈ ചെയ്തുകൊണ്ടാണ്. അച്ഛനെ സന്തോഷിപ്പിക്കാൻ വേണ്ടതൊക്കെയും ഒരു മടിയും കൂടാതെ അവൾ ചെയ്ത് ശീലിച്ചു തുടങ്ങി. റോബർട്ടും താമസിയാതെ അതിനെ അക്നോളജ് ചെയ്യാൻ തുടങ്ങി. തൻ്റെ ഒരു പ്രൈവറ്റ് ലക്ഷറി യോട്ടിന് അദ്ദേഹം ലേഡി ഗിലെയ്ൻ എന്ന് പേരിടുന്നുണ്ട്. മകളെക്കുറിച്ച് വലിയ സ്വപ്നങ്ങൾ കാണുന്ന റോബർട്ട് മാക്സ്വെൽ അന്ന് ജോൺ എഫ് കെന്നഡി ജൂനിയറിന് തൻ്റെ മകളെ വിവാഹം ആലോചിക്കുക പോലും ചെയ്തിട്ടുണ്ട്.
ആദ്യം മാൾബ്രോ കോളേജിലും പിന്നീട് ഓക്സ്ഫോർഡിലുമായി ഗിലെയിൻ അന്ന് തന്റെ വിദ്യാഭ്യാസം പൂർത്തിയാക്കുന്നു. ഈ ഓക്സ്ഫോർഡ് പഠനകാലത്ത് അവർക്ക് പിന്നീട് ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായ ബോറിസ് ജോൺസനെ പോലുള്ള സഹപാഠികൾ ഉണ്ടാവുന്നുമുണ്ട്. ഇവരിൽ പലരുമായിട്ടും അവർ വളരെ അടുത്ത ബന്ധം തന്നെ സൂക്ഷിക്കുന്നു. ഓക്സ്ഫോർഡിലെ പഠനത്തിന് ശേഷം ഗിലെൻ മാക്സ്വെൽ ലണ്ടനിലെ സ്ത്രീകൾക്ക് വേണ്ടി ഒരു പ്രൈവറ്റ് ക്ലബ്ബും ആരംഭിക്കുന്നു. അന്നത്തെ ഗിലെന്റെ ഓക്സ്ഫോർഡ് കണ്ടംപററി ആയിരുന്ന അന്ന പാസ്റ്റർനാക് അവർ ഓർത്തെടുക്കുന്നത് ആരെയും ആകർഷിക്കുന്ന പ്രകൃതക്കാരിയായിട്ടുള്ള എന്നാൽ സ്ത്രീകളോട് ഒരു പരിധിയിൽ കൂടുതൽ അടുക്കാൻ മടിയുള്ള ഒരാൾ എന്നാണ്. പാസ്റ്റർനാക്കിന്റെ കണ്ണിൽ ഗിലെൻ എന്നും സമ്പന്നരും പ്രബലരുമായിട്ടുള്ള പുരുഷന്മാരിലേക്ക് എത്താനുള്ള ചവിട്ടുപടികൾ മാത്രമായിരുന്നു മറ്റു സ്ത്രീകൾ. അക്കാലത്തെ ഗിലെന്റെ സുഹൃത്തുക്കളിൽ ഒരാളായിരുന്ന നിക്കോള ഗ്ലൂക്സ്മാൻ അന്ന് ഗിലെൻ 29 വയസ്സുള്ളപ്പോൾ നടന്ന ഒരു പാർട്ടി ഓർത്തെടുക്കുന്നുണ്ട്. ആ പാർട്ടിയിൽ പങ്കെടുത്ത സ്ത്രീകൾ എല്ലാവരും അവരുടെ 30കളിൽ ഉള്ളവരായിരുന്നു. അവർ അന്ന് ഡിന്നറിൽ മദ്യപിച്ച് പലതും പറഞ്ഞ് പൊട്ടിച്ചിരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്ന് മുറിയിൽ നിന്ന് എഴുന്നേറ്റ് പോകുന്ന ഗിലെൻ തിരികെ വരുന്നത് കുറെ സ്കാർഫുകളും കൊണ്ടാണ്. ഒരു പാർട്ടി ഗെയിം നടത്താൻ പോവുകയാണ് എന്ന് അവർ പ്രഖ്യാപിച്ചു. ആ ഗെയിം ഇങ്ങനെയാണ്: സ്ത്രീകൾ അവരുടെ മേൽവസ്ത്രങ്ങൾ മാറ്റി ബ്ലൈൻഡ് ഫോൾഡ് ഇട്ടിരിക്കുന്ന പുരുഷന്മാർക്ക് മുന്നിലൂടെ പരേഡ് ചെയ്യണം. ഈ സ്ത്രീകളുടെ മാറിടങ്ങൾ തഴുകി നോക്കി പുരുഷന്മാർ ആളെ തിരിച്ചറിയാൻ ശ്രമിക്കും. അന്ന് അവിടെ ഉണ്ടായിരുന്ന ഒരു സ്ത്രീ പോലും ഈ ഗെയിമിനെതിരെ പ്രതിഷേധിക്കുന്നില്ല. പക്ഷേ ഗിലെൻ എന്നൊരൊറ്റ സ്ത്രീ അവിടുത്തെ പുരുഷന്മാരെ ഈ പാർട്ടിയിൽ സംബന്ധിച്ച സ്ത്രീകളെ ഓരോരുത്തരെയായിട്ട് ലൈംഗികമായിട്ട് ചൂഷണം ചെയ്യാൻ ക്ഷണിക്കുകയാണെന്നുണ്ടായത് എന്നാണ് നിക്കോള ഗ്ലൂക്സ്മാൻ പിന്നീട് സംഭവത്തെക്കുറിച്ച് ഓർത്തെടുക്കുന്നത്. 1991 നവംബറിൽ ഗിലെന്റെ ആ മായിക ലോകത്തേക്ക് ഒരു ഇടുത്തി വന്നു വീഴുന്നു. ലേഡി ഗിലെൻ എന്ന തന്റെ ആഡംബര നൗകയിൽ കാനറി ദ്വീപസമൂഹത്തിന് സമീപത്തുകൂടി സഞ്ചരിക്കുകയായിരുന്ന റോബർട്ട് മാക്സ്വെലിനെ നവംബർ 5 തീയതി രാവിലെ 4:30 കാണാതാവുന്നു. ഡെക്കിലേക്ക് മൂത്രമൊഴിക്കാൻ വേണ്ടി പോയതാണ് അയാൾ എന്നാണ് അന്ന് ക്രൂ പറഞ്ഞത്. അവിടെ വെച്ച് മാക്സ്വെലിന് ഹൃദയാഘാതമുണ്ടായി അയാൾ കടലിലേക്ക് മറിഞ്ഞു വീണുവെന്ന് കരുതപ്പെടുന്നു. എന്തായാലും തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ പരിസരത്തെ കടലിൽ നിന്ന് അയാളുടെ മൃതദേഹം കണ്ടെടുക്കപ്പെടുന്നു. വിവരമറിഞ്ഞ ഗിലെൻ പറന്നെത്തി ചടങ്ങുകളിൽ സംബന്ധിക്കുന്നു. എന്നാൽ റോബർട്ട് മാക്സ്വെലിന്റെ അപ്രതീക്ഷിതമായിട്ടുള്ള ഈ അപമൃത്യു തുടങ്ങിവെച്ച വിവാദ കൊടുങ്കാറ്റ് ചെറുതല്ലായിരുന്നു. മിറർ ഗ്രൂപ്പിന്റെ പെൻഷൻ ഫണ്ടിൽ നിന്ന് അയാൾ 442 മില്യൺ പൗണ്ടിന്റെ തിരിമറി നടത്തിയിട്ടുണ്ട് എന്നും അതോടെ 30,000-ഓളം ജീവനക്കാരുടെ ആജന്മ സമ്പാദ്യം ഇല്ലാതായി എന്നുമുള്ള ആക്ഷേപമാണ് പുറത്തു വന്നത്. 1992 ഈ കേസിൽ മാക്സ്വെലിന്റെ 2 പുത്രന്മാർ അറസ്റ്റിലാവുകയും ഈ പ്രശ്നം പരിഹരിക്കാൻ പിന്നീട് ബ്രിട്ടീഷ് ഗവൺമെന്റിന് 100 മില്യൺ പൗണ്ടോളം വരുന്ന ഫണ്ട് നൽകേണ്ടി വരികയും ഒക്കെ ചെയ്യുന്നുണ്ട്. തന്റെ അച്ഛനൊരു തട്ടിപ്പുകാരനായിരുന്നു എന്ന് ഒരിക്കലും ഗിലെൻ മാക്സ്വെൽ സമ്മതിച്ചു കൊടുത്തിട്ടില്ല. 1992 വാനിറ്റി ഫെയർ ജേർണലിസ്റ്റ് ആയിട്ടുള്ള എഡ്വേർഡ് ക്ലെയിന് കൊടുത്ത അഭിമുഖത്തിൽ തന്റെ അച്ഛൻ ഒരു കുറ്റവും ചെയ്തിട്ടില്ല എന്ന് അവർ അടിവരയിട്ട് തന്നെ പറയുന്നുണ്ട്. റോബർട്ട് മാക്സ്വെലിന്റെ മരണം ഒന്നുകിൽ ഒരു അപകടം അല്ലെങ്കിൽ ആത്മഹത്യയാകാമെന്ന പോലീസ് വെർഷൻ അദ്ദേഹത്തിന്റെ മറ്റു മക്കൾ സ്വീകരിച്ചപ്പോൾ തന്റെ അച്ഛനെ ആരോ അപായപ്പെടുത്തിയതാണ് എന്ന നിലപാടിൽ ഗിലെൻ ഉറച്ചു നിന്നു. എന്തായാലും ഈ വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ പിന്നെ ഇംഗ്ലണ്ടിൽ തുടരാൻ ഗിലെൻ മാക്സ്വെലിന് മനസ്സ് വന്നില്ല. അവർ നേരെ വെച്ചുപിടിക്കുന്നത് ന്യൂയോർക്കിലേക്കാണ്. അവിടെ ഒരു റിയൽ എസ്റ്റേറ്റ് ബ്രോക്കറുടെ ജോലി ചെയ്യുന്ന ഗിലെൻ തുടക്കത്തിൽ ഒരു കുഞ്ഞു ഫ്ലാറ്റിലെ പരിമിതമായ സൗകര്യങ്ങളിലാണ് ഒതുങ്ങിക്കൂടുന്നത്. ഈ സമയത്താണ് ഗിലെൻ മാക്സ്വെൽ ജെഫ്രി എപ്സ്റ്റൈൻ കൂടിക്കാഴ്ച നടക്കുന്നത്. അവർക്കിടയിൽ ആദ്യം ഉണ്ടായത് ഒരു പ്രണയമാണ്. എപ്സ്റ്റൈനോട് ഗിലെന് വല്ലാത്തൊരു അഭിനിവേശം തന്നെ ആയിരുന്നുവെന്ന് സുഹൃത്തുക്കൾ പറയുന്നു. തമ്മിൽ കണ്ട് ഇഷ്ടപ്പെട്ട് മാസങ്ങൾക്കുള്ളിൽ തന്നെ പ്രണയം എന്നതിലുപരി കുറെ കൂടി പ്രായോഗികമായിട്ടുള്ള ഒരു അറേഞ്ച്മെന്റിലേക്ക് കാര്യങ്ങൾ പോയി. ഗിലെൻ എപ്സ്റ്റൈന്റെ വീടും ഓഫീസും ഒക്കെ വളരെ കാര്യക്ഷമമായി തന്നെ മാനേജ് ചെയ്യുന്നു. അയാളുടെ യാത്രകൾ വളരെ കൃത്യമായിട്ട് പ്ലാൻ ചെയ്യുന്നു. ഏറ്റവും പ്രധാനമായി എപ്സ്റ്റൈനെ പോലെ ഒരാൾക്ക് ഒരുപക്ഷെ ചെന്നു കയറാൻ പറ്റാത്ത പല എലീറ്റ് സർക്കിളുകളിലേക്കും തന്റെ വ്യക്തിബന്ധങ്ങൾ വഴി ഗിലെൻ അയാൾക്ക് ആക്സസ് നൽകി. എപ്സ്റ്റൈന്റെ വീടുകൾ മാനേജ് ചെയ്യുന്നതിലെ ഗിലെൻ മാക്സ്വെലിന്റെ പ്രൊഫഷണലിസം പിന്നീട് പല സാക്ഷിമൊഴികളിലും കൃത്യമായിട്ട് റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടുള്ള ഒന്നാണ്. വീട്ടുജോലിക്കാർക്ക് അവർ 58 പേജുകളുള്ള ഒരു ഇൻസ്ട്രക്ഷൻ മാനുവൽ പ്രിന്റ് ചെയ്ത് കൊടുത്തിരുന്നു. അങ്ങോട്ട് എന്തെങ്കിലും ചോദിച്ചാൽ മാത്രം മറുപടി പറയുക, എപ്സ്റ്റൈന്റെ മുഖത്ത് നോക്കി സംസാരിക്കരുത് തുടങ്ങിയ പല നിർദ്ദേശങ്ങളും ഈ മാനുവലിന്റെ ഭാഗമായിരുന്നു. അങ്ങനെ വെക്സ്നറുടെ സമ്പത്തിന്റെയും ഗിലെന്റെ പ്രൊഫഷണൽ മാനേജ്മെന്റിന്റെയും ബലത്തിൽ 90കളിൽ എപ്സ്റ്റൈന്റെ പേര് ന്യൂയോർക്കിലെ എലീറ്റ് സർക്കിളുകളിൽ പ്രസിദ്ധി ആർജിച്ചു. സമ്പത്ത് വർദ്ധിച്ചതോടെ കലയിലും ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും എപ്സ്റ്റൈൻ താല്പര്യം പ്രകടിപ്പിച്ചു തുടങ്ങി. അങ്ങനെയാണ് അയാൾ ന്യൂയോർക്ക് അക്കാഡമി ഓഫ് ആർട്ടുമായിട്ട് ബന്ധപ്പെടുന്നത്. 1987 മുതൽ 94 വരെ ആ സ്ഥാപനത്തിലെ ബോർഡ് അംഗമായിട്ട് പ്രവർത്തിച്ചു പോകുന്ന എപ്സ്റ്റൈൻ അവർക്ക് വേണ്ടി കാര്യമായ സംഭാവനകളും അന്ന് നൽകുന്നുണ്ട്. 1995 അക്കാദമിയിൽ നടന്ന ഗ്രാജുവേറ്റ്സ് എക്സിബിഷനിൽ വെച്ചാണ് അന്നത്തെ സ്റ്റുഡൻസ് ഡീനായ ഏലിയൻ ഗഗൻഹിം വഴി എപ്സ്റ്റൈൻ മരിയ ഫാർമർ എന്നൊരു ആർട്ടിസ്റ്റിനെ പരിചയപ്പെടുന്നത്. അക്കാദമിയിൽ നിന്ന് 1995 ബാച്ചിൽ ഗ്രാജുവേറ്റ് ചെയ്യുന്ന മരിയ ഫാർമർ തന്റെ ഗ്രാജുവേഷൻ എക്സിബിഷനിൽ ആലീസ് ഇൻ വണ്ടർലാൻഡിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടുള്ള 3 ചിത്രങ്ങൾ അടങ്ങുന്ന ഒരു സീരീസ് പ്രദർശനത്തിൽ വെച്ചിരുന്നു. അതിൽ ആദ്യത്തെ പാനൽ $14,000 അടുത്ത 2 $12,000 വീതം വിലയ്ക്കും വിറ്റുപോകുന്നു.
എക്സിബിഷൻ അന്ന് വൈകുന്നേരത്തോടെ അക്കാഡമിയിലെ സ്റ്റുഡൻസ് ഡീനായിരുന്ന ഏലിൻ ഗഗൽഹിം മരിയെ വിളിപ്പിക്കുന്നു. മരിയയുടെ പെയിന്റിങ്ങുകൾ വാങ്ങാൻ താല്പര്യം പ്രകടിപ്പിച്ച ഒരു കൂട്ടരെ പരിചയപ്പെടുത്താമെന്ന് ഡീൻ അവളോട് പറയുന്നു. പെയിന്റിങ്ങുകളൊക്കെ ഓൾറെഡി വിറ്റുപോയല്ലോ എന്ന് മരിയ മറുപടി പറഞ്ഞപ്പോൾ ഡീൻ അവൾ നിർബന്ധിക്കുന്നു. ജെഫ്രി എപ്സ്റ്റീനും ഗിലെൻ മാക്സ്വെല്ലും അക്കാഡമിക്ക് വളരെ വേണ്ടപ്പെട്ടവരാണ് എന്നും അവർക്ക് മരിയയുടെ പെയിന്റിങ്ങിൽ താല്പര്യം തോന്നിയ സ്ഥിതിക്ക് അത് അവർക്ക് തന്നെ വിൽക്കണമെന്നും ഡീൻ നിർബന്ധിക്കുന്നു. ഒടുവിൽ മരിയയ്ക്ക് അവളുടെ പെയിന്റിങ് നേരത്തെ വില പറഞ്ഞതിൽ നിന്ന് $6000 കുറഞ്ഞ വിലയ്ക്ക് എപ്സ്റ്റീന് വിൽക്കേണ്ടി വരുന്നു. മരിയ ഇക്കാര്യത്തിൽ ഇപ്പോൾ സഹിക്കുന്ന ത്യാഗം അക്കാദമിക്ക് എന്ന പോലെ ലോങ് ടേമിൽ മരിയയുടെ കരിയറിനും ഗുണം ചെയ്യുമെന്ന് ഡീൻ ഗഗൻഹൈം അവളെ ആശ്വസിപ്പിക്കുന്നു. ഈ സംഭവം നടന്ന് മാസങ്ങൾക്ക് ശേഷമാണ് ഈസ്റ്റ് 71st സ്ട്രീറ്റ് മാളികയിലെ ആർട്ട് കളക്ഷൻ മാനേജ് ചെയ്യാൻ വേണ്ടി ഒരു കണ്ടംപററി ആർട്ടിൽ അവഗാഹമുള്ള ആളെ തേടുന്നു എന്നും പറഞ്ഞുകൊണ്ട് എപ്സ്റ്റീൻ മരിയെ വീണ്ടും ഫോൺ ചെയ്യുന്നത്. നല്ല ശമ്പളമുള്ള ഒരു സ്ഥിര ജോലി തന്നെ തേടിയെത്തിയപ്പോൾ ആ അവസരം വേണ്ടെന്ന് വെക്കാൻ അന്ന് മരിയ ഫാർമർക്ക് തോന്നുകയും ചെയ്തില്ല. അവൾ അത് സ്വീകരിച്ചു. ഇത് സംബന്ധിച്ച സംഭാഷണങ്ങൾക്കിടയിലാണ് എപ്പോഴോ മരിയ ആനി ഫാർമർ എന്ന തന്റെ കുഞ്ഞനുജയത്തെക്കുറിച്ച് എപ്സ്റ്റീനോട് പറയുന്നത്. കലയിൽ തന്നെക്കാൾ അധികം താല്പര്യമുള്ള, അക്കാദമിക്കലി ഏറെ ബ്രില്യൻ്റ് ആയ ഏതെങ്കിലും ഒരു ഐവി ലീഗ് യൂണിവേഴ്സിറ്റിയിൽ ചേർന്ന് പഠിക്കാനുള്ള അവസരം തേടുന്ന ആനിയെ തന്റെ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് ഹാർവേഡ്, പ്രിൻസ്റ്റൺ അല്ലെങ്കിൽ യേൽ പോലെ ഏതെങ്കിലും ഒരു നല്ല സർവകലാശാലയിൽ പ്രവേശനം നേടാൻ താൻ സഹായിക്കാമെന്ന് അന്ന് എപ്സ്റ്റീൻ വാക്കുകൊടുക്കുന്നു. ആനിയെ ഇക്കാര്യം പറഞ്ഞുകൊണ്ട് എപ്സ്റ്റീൻ തന്റെ ന്യൂ മെക്സിക്കോ റാൻസിലേക്ക് ക്ഷണിക്കുകയും ചെയ്യുന്നു. തന്റെ പങ്കാളി ഗിലെൻ മാക്സ്വെൽ ഓക്സ്ഫോർഡിൽ ഒരു ഗ്രാജുവേറ്റ് ആണ് എന്നും ആനിയുടെ റെസ്യൂമെ തയ്യാറാക്കാനും പുതിയ കോളേജുകളിലേക്കുള്ള അപേക്ഷകൾ, ട്രാവൽ വിസ അറേഞ്ച്മെന്റ് ഇതൊക്കെ വേഗത്തിലാക്കാനും ആനിയെ ഗിലെൻ സഹായിക്കുമെന്നും എപ്സ്റ്റീൻ പറഞ്ഞു. ആനി ഇക്കാര്യത്തിൽ അനുമതി തേടി അമ്മയെ സമീപിച്ചപ്പോൾ അവർക്ക് പന്തികേടൊന്നും തോന്നിയില്ല. ചേച്ചി മരിയ ജോലി ചെയ്യുന്നത് എപ്സ്റ്റീന്റെ കൂടെയാണ്. അയാളുടെ കൂടെ തന്നെയുള്ള ഗിലെൻ മാക്സ്വെല്ലും വളരെ ജെന്യൂൻ ആയിട്ടുള്ള ഒരു ഇമേജ് ആണ് ആദ്യഘട്ടത്തിൽ ഇവർക്ക് കൊടുക്കുന്നത്. അങ്ങനെ എപ്സ്റ്റീനെ വിശ്വസിച്ച് ആനി ഫാർമർ അയാളുടെ ന്യൂ മെക്സിക്കോ റാൻസിലേക്ക് കടന്നു ചെല്ലുന്നു. ആനി ആ റാൻസിൽ എത്തിയപ്പോൾ അവിടെ എപ്സ്റ്റീനും ഗിലെനും മാത്രമാണ് ഉണ്ടായിരുന്നത്. രാത്രി ഗിലെൻ ആനിയെ അതിവിശാലവും ശാന്തവുമായിട്ടുള്ള ആ മാളിക കൊണ്ടു നടന്ന് കാണിക്കുന്നു. നടത്തത്തിനിടയ്ക്ക് ഗിലെൻ ആനിയോട് അവൾ എന്തെങ്കിലും ഒരു പ്രൊഫഷണൽ മസാജിങ് സർവീസ് എടുത്തിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നു. ഇല്ല എന്ന് ആനിയുടെ ഉത്തരം. എങ്കിൽ ഇത് നിന്റെ ആദ്യത്തെ അനുഭവമാകും എന്ന് ഗിലെൻ അവളോട് പറയുന്നു. അപ്പോഴേക്കും അവർ നടന്ന് റാഞ്ചിലെ മസാജ് റൂമിൽ എത്തിയിരുന്നു. വിവസ്ത്രയായി മസാജ് ടേബിളിലേക്ക് കയറി കിടക്കാൻ ഗിലെൻ ആനിയോട് ആവശ്യപ്പെടുന്നു. ശേഷം ഗിലെൻ അവളെ മസാജ് ചെയ്യുന്നു. അതൊരു ഓപ്പൺ മസാജ് റൂമായിരുന്നു. ആ ഭാഗത്ത് എവിടെ ഇരുന്നു കൊണ്ട് എപ്സ്റ്റീനും ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്ന് ആനിക്ക് തോന്നുന്നു. ആ തോന്നൽ അവളെ വല്ലാതെ അസ്വസ്ഥതപ്പെടുത്തുന്നു. അവിടെ തുറന്നു നടന്ന കാര്യങ്ങൾ ആനിക്ക് ഇഷ്ടമായില്ല എങ്കിലും അവൾക്ക് അപ്പോൾ എതിര് പറയാനായില്ല. അടുത്ത ദിവസം രാവിലെ ആനിയുടെ ബെഡ്റൂമിലേക്ക് കടന്നു വരുന്ന ജെഫ്രി എപ്സ്റ്റീൻ തനിക്ക് അവളെ ഒന്ന് കഡിൽ ചെയ്യണമെന്ന ആവശ്യം ഉന്നയിക്കുന്നു. അവളുടെ മറുപടിക്ക് കാത്തു നിൽക്കാതെ കിടക്കയിലേക്ക് ചാടിക്കയറുന്ന അയാൾ ആ 16-കാരിയെ ബലമായി പ്രാപിക്കാൻ ശ്രമിക്കുന്നു. അപ്പോഴേക്കും എന്തോ ഒഴിവുകഴിവ് പറഞ്ഞ് അവൾ ടോയ്ലറ്റിൽ കയറി വാതിലടയ്ക്കുന്നു. അപ്രതീക്ഷിതമായിട്ടുണ്ടായ ഉപദ്രവ ശ്രമം ആനിയെ വല്ലാതെ പിടിച്ചുലച്ചു കളയുന്നു. അവളുടെ കണ്ണുകളിൽ നിന്ന് കണ്ണീർ ധാരധാരയായി ഒഴുകുന്നു. അവിടെ നിന്ന് തിരികെ പോകുക അത്ര എളുപ്പമല്ല എന്ന തിരിച്ചറിവ് അവളെ കൂടുതൽ നിസ്സഹായയാക്കുന്നു. അടുത്തൊരു പകൽ മുഴുവൻ അവൾ ആ മാളികയിൽ തന്നെ ഉണ്ടായിരുന്നുവെങ്കിലും എപ്സ്റ്റീനിൽ നിന്ന് പരമാവധി അകലം പാലിക്കാൻ അവൾ ശ്രദ്ധിച്ചു. ഇങ്ങനെ ഒരു ദുരനുഭവം എപ്സ്റ്റീനിൽ നിന്ന് ഉണ്ടായിരുന്നിട്ടും അതേപ്പറ്റി അമ്മയോടോ സഹോദരി മരിയയോടോ തന്റെ മറ്റു സുഹൃത്തുക്കളോടോ പോലീസിനോടോ ഒന്നും തുറന്നു പറയാൻ ആനിക്ക് അന്ന് ധൈര്യം വന്നില്ല. വരും മാസങ്ങളിൽ എപ്സ്റ്റീൻ നേരത്തെ വാക്കുകൊടുത്ത പ്രകാരം ആനി ഫാർമർക്ക് തായ്ലൻഡ്, വിയറ്റ്നാം എന്നിങ്ങനെ പല വിദേശ രാജ്യങ്ങളിലേക്കും പര്യടനം നടത്താൻ വേണ്ട ഏർപ്പാടുകൾ അയാൾ ചെയ്തു കൊടുക്കുന്നു. ആനി ഇങ്ങനെ ഒരു തായ്ലൻഡ് ട്രിപ്പിന് പോയ സമയത്ത് അവളുടെ ചേച്ചി മരിയ ഫാർമറെ ഒരു ആർട്ട് റെസിഡൻസിയുടെ പേരും പറഞ്ഞുകൊണ്ട് എപ്സ്റ്റീൻ ഒഹായിലോട്ട് പറഞ്ഞു വിടുന്നു. അത് വിജനമായ ഒരിടത്ത് സ്ഥിതി ചെയ്യുന്ന 26,000 ചതുരശ്ര അടി വിസ്തീർണമുള്ള ഒരു മാളികയാണ്. അവിടെ താമസിച്ചുകൊണ്ട് മരിയ തന്റെ വര തുടങ്ങുന്നു. ആർത്തവത്തെയും സംഗ്രഹണത്തെയും ആധാരമാക്കിയുള്ള ഒരു തീമിലാണ് അന്ന് മരിയ തന്റെ വരകൾ ചെയ്തുകൊണ്ടിരുന്നത്. അർദ്ധനഗ്നമായിട്ടുള്ള നിരവധി ചിത്രങ്ങൾ അവൾ അന്ന് അതിൽ വരച്ചു കൂട്ടിയിരുന്നു. അതിനുവേണ്ടി ചില ലൈവ് മോഡലുകളെ കൊണ്ടുവന്ന് ആദ്യം അവരുടെ ഫോട്ടോകൾ എടുപ്പിച്ച് പിന്നീട് ആ ഫോട്ടോകളെ ആധാരമാക്കി പെയിന്റിങ്ങുകൾ ചെയ്തെടുക്കുക എന്നതായിരുന്നു മരിയയുടെ ശൈലി. അവളുടെ തന്നെ ഇളയ സഹോദരിമാരുടെ ഫോട്ടോകളാണ് ഇതിനൊരു റെഫറൻസ് ആയിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. മരിയയുടെ ആ ആർട്ട് റെസിഡൻസി അങ്ങനെ ഈ മാളികയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കെ ഒരു ദിവസം ജെഫ്രി എപ്സ്റ്റീൻ ഗിലെൻ മാക്സ്വെല്ലുമൊത്ത് അവിടേക്ക് വരുന്നു. മരിയോടൊത്തുള്ള സംഭാഷണങ്ങൾക്കിടയിൽ ഗിലെൻ അവളോട് എപ്സ്റ്റീന് ഫുഡ് മസാജ് ഇഷ്ടമാണ്, ഒന്ന് ചെയ്തു കൊടുക്കാമോ എന്ന് ചോദിക്കുന്നു. മരിയയ്ക്ക് ആ ആവശ്യം അത്ര ബോധിച്ചില്ല എങ്കിലും തന്നെ വലിയ തോതിൽ സഹായിച്ച, ഇത്രയും വലിയൊരു മാളികയിൽ തനിക്ക് ആർട്ട് റെസിഡൻസി ചെയ്യാനും തന്റെ അനുജത്തെ വിദേശത്ത് അയക്കാനും ഒക്കെയുള്ള ചെലവുകളെല്ലാം വഹിച്ചുകൊണ്ടിരിക്കുന്ന ജെഫ്രിയെയും ഗിലെനെയും മുഷിപ്പിക്കാൻ അവൾക്കപ്പോൾ സാധിച്ചില്ല. അതുകൊണ്ട് എപ്സ്റ്റീന് ഫുഡ് മസാജ് ചെയ്തു കൊടുക്കാമെന്ന് അവൾ സമ്മതിക്കുന്നു. എന്നാൽ ആ മസാജ് ആരംഭിച്ച നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ ആദ്യം എപ്സ്റ്റീനും പിന്നാലെ ഗിലെനും മരിയയെ മോശമായ രീതിയിൽ സ്പർശിക്കാൻ ആരംഭിക്കുന്നു. താൻ ചോര മരവിച്ച പോലെ നിന്നുപോയി എന്നും ആ അനുഭവത്തിന്റെ ഷോക്കിൽ കരഞ്ഞുപോയി എന്നും പിന്നീട് മരിയ മൊഴി കൊടുത്തിട്ടുണ്ട്.
അന്ന് രാത്രി മരിയ ഫാർമർ ലൈംഗിക പീഡനത്തിന് ഇരയാകുന്നു. അടുത്ത ദിവസം രാവിലെ എപ്സ്റ്റീൻ മരിയയെ വീണ്ടും സമീപിക്കുന്നു. കഴിഞ്ഞ ദിവസം നടന്നത് തനിക്ക് വളരെ ഇഷ്ടമായി എന്ന് അവളെ അറിയിച്ച അയാൾ ആ നടന്നത് 3 പേരും ഒരുപോലെ ആസ്വദിച്ചാണ് ചെയ്തത് എന്നൊരു പ്രതീതി മരിയയിൽ സൃഷ്ടിക്കാൻ ശ്രമിച്ചു. അപ്പോൾ മരിയയുടെ മുഖത്ത് കണ്ട അസ്വസ്ഥതകൾ തിരിച്ചറിയുന്ന എപ്സ്റ്റീൻ അവളോട് ഇതൊന്നും ആരോടും പരാതിപ്പെടാതിരിക്കാൻ എത്ര ഡോളർ വേണമെന്ന് പോലും ചോദിക്കുന്നുണ്ട്. അവൾ പക്ഷേ ഒരക്ഷരം മിണ്ടാതെ തല കുമ്പിട്ടിരുന്നു. ചിത്രം വരയ്ക്കാൻ വേണ്ടി എടുപ്പിച്ച തന്റെ സഹോദരിമാരുടെ നഗ്ന ചിത്രങ്ങളും എപ്സ്റ്റീൻ കൈക്കലാക്കിയ വിവരം അധികം വൈകാതെ തന്നെ മരിയ തിരിച്ചറിയുന്നുണ്ട്. എന്തായാലും ഒഹായോയിലെ ആർട്ട് റെസിഡൻസി കഴിഞ്ഞ് ന്യൂയോർക്കിൽ മടങ്ങിയെത്തി അധികം വൈകാതെ തന്നെ മരിയ ഫാർമർ പോലീസ് സ്റ്റേഷനിലെത്തി എപ്സ്റ്റീനും ഗിലേനും എതിരെയുള്ള തന്റെ പരാതി രേഖപ്പെടുത്തുന്നു. എന്നാൽ അതിനോട് അപ്പോൾ ന്യൂയോർക്ക് പോലീസിന്റെ ഭാഗത്ത് നിന്നുണ്ടായത് വളരെ വിചിത്രമായ ഒരു പ്രതികരണമാണ്. ഒഹയോയിൽ നടന്ന കാര്യങ്ങൾ തങ്ങളുടെ ജൂറിസ്ഡിക്ഷന് പുറത്താണ് എന്നും അത് ഒഹയോ പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ തന്നെ ചെന്ന് പരാതിപ്പെടണമെന്നും അവർ പറയുന്നു. ഈ കാര്യം അറിയിക്കാൻ വേണ്ടി അനിയത്തിയെ ഫോൺ ചെയ്തപ്പോഴാണ് അവളും എപ്സ്റ്റീന്റെയും ഗിലേന്റെയും ഭാഗത്തു നിന്ന് സമാനമായൊരു പീഡന ശ്രമം നേരിട്ട കാര്യം മരിയ അറിയുന്നത്. ഇനി ഒരേ ഒരു വഴി FBI ചെന്ന് പരാതിപ്പെടുന്നതാണ് എന്ന് അവളെ അപ്പോൾ ആരോ ഉപദേശിച്ചു. അങ്ങനെ അവൾ FBI ആസ്ഥാനത്തേക്ക് ഫോൺ ചെയ്ത് തന്റെ പരാതി ആവർത്തിച്ചു. അധികാര കേന്ദ്രങ്ങളുമായിട്ടുള്ള എപ്സ്റ്റീന്റെ പ്രോക്സിമിറ്റി കാരണം കൊണ്ടാവും അവിടെയും നടപടികളൊന്നും തന്നെ അപ്പോൾ ഉണ്ടാവുന്നില്ല. 7 വർഷങ്ങൾക്ക് ശേഷം വാനിറ്റി ഫെയർ മാസികയ്ക്ക് വേണ്ടി അവരുടെ കറസ്പോണ്ടന്റ് ആയിട്ടുള്ള വിക്കി വാർഡ് ഈ കേസിൽ ചില അന്വേഷണങ്ങളുമായിട്ട് ഇറങ്ങി തിരിച്ചപ്പോഴാണ് മരിയ ആനി ഫാർമർ സഹോദരിമാർ ഈ വിഷയത്തിൽ കൂടുതൽ തുറന്നു പറച്ചിലുകളുമായിട്ട് വീണ്ടും പൊതുമണ്ഡലത്തിലേക്ക് മടങ്ങി വരുന്നത്. അന്ന് ഈ ആക്ഷേപങ്ങൾ പുറത്തു വന്നപ്പോൾ സ്വാഭാവികമായിട്ടും എപ്സ്റ്റീന് നേരെ ചോദ്യങ്ങൾ വരുന്നുണ്ട്. ഈ ആരോപണങ്ങളെല്ലാം അയാൾ കണ്ണടച്ച് നിഷേധിച്ചു. ഈ സഹോദരിമാർക്ക് തന്നോട് തോന്നിയ അഭിനിവേശം അവരുടെ പ്രായത്തിന്റെ ചാബല്യമാണ് എന്നും ആ അഡ്വാൻസസ് നിഷേധിച്ചതിന് തന്നോട് തോന്നിയ പ്രതികാര ബുദ്ധിയാണ് ഇപ്പോൾ അവരെ കൊണ്ട് ഇങ്ങനെ വാസ്തവവിരുദ്ധമായിട്ടുള്ള ആക്ഷേപങ്ങൾ ഉന്നയിപ്പിക്കുന്നത് എന്നും എപ്സ്റ്റീൻ പറഞ്ഞു. ജെഫ്രി എപ്സ്റ്റീൻ $2.5 മില്യൺ കൊടുത്ത് തന്റെ ഫ്ലോറിഡ പാം ബീച്ചിലെ മാൻഷൻ സ്വന്തമാക്കുന്നത് 1990-ലാണ്. പാം ബീച്ച് എന്ന് പറയുന്നത് എന്നും പുറം ലോകത്ത് നിന്ന് ഇൻസുലേറ്റഡ് ആയിട്ട് കിടക്കുന്ന ഒരു സ്ഥലമാണ്. നഗരത്തിലെ സമ്പന്നര് മാത്രം താമസിക്കുന്ന ഒരു എക്സ്ക്ലൂസീവ് സോൺ മാത്രമല്ലായിരുന്നു അത്. പുറം ലോകത്ത് നിന്ന് ഫിസിക്കലി സോഷ്യലി സീൽഡ് ഓഫ് ആയിട്ടുള്ള ഒരു ദ്വീപ് തന്നെയായിരുന്നു. അവിടെ താമസിച്ചിരുന്നവരെന്നും തങ്ങളുടെ സ്വകാര്യതയ്ക്കും പ്രോപ്പർട്ടികളുടെ ഉടമസ്ഥതയിലെ തുടർച്ചയ്ക്കുമൊക്കെ വളരെയധികം പ്രാധാന്യം കൊടുത്തിരുന്നവരായിരുന്നു. അവിടുത്തെ പല പ്രോപ്പർട്ടികളും തലമുറകളായിട്ട് ഒരേ ഓണർഷിപ്പിലുള്ളവയായിരുന്നു. പുറം ലോകത്ത് നിന്ന് ആ ഇടത്തിലുണ്ടായിരുന്ന ഐസൊലേഷൻ അവിടെ താമസിച്ചിരുന്നവരുടെ മനസ്സിൽ ഒരുതരം സുരക്ഷിതത്വ ബോധവും സൃഷ്ടിച്ചിരുന്നു. പാം ബീച്ചിൽ മാൻഷൻ സ്വന്തമാക്കാൻ എപ്സ്റ്റീനെ പ്രേരിപ്പിച്ച പ്രധാന ഘടകവും ഈ സുരക്ഷിതത്വം തന്നെയാണ്. ഒരു ഡെഡ് എൻഡ് ബ്ലോക്കിലെ അവസാനത്തെ കെട്ടിടമാണ് എപ്സ്റ്റീൻ തിരഞ്ഞെടുക്കുന്നത്. സ്ട്രീറ്റിലെ അവസാനത്തെ ബ്ലോക്കിലെ ഏറ്റവും അവസാനം കിടക്കുന്ന വീട്. ഈ വീട്ടിൽ നിന്ന് കൃത്യം 1 മൈൽ അകലെയായിട്ടാണ് മാരെ ലാഗോ എന്ന പേരുള്ള അന്നത്തെ ന്യൂയോർക്ക് ബിസിനസ്മാനും ഇന്നത്തെ അമേരിക്കൻ പ്രസിഡന്റുമായ സാക്ഷാൽ ഡൊണാൾഡ് ട്രംപിന്റെ പാം ബീച്ചിലെ വസതി. അക്കാലത്ത് ട്രംപ് പറഞ്ഞത് എന്ന പേരിൽ ഉദ്ധരിക്കപ്പെടുന്ന ഒരു ഡയലോഗ് ഉള്ളത് ഇങ്ങനെയാണ്: ഐ ഹാവ് നോൺ ജെഫ് ഫോർ 15 years. Terrific guy. He likes beautiful women as much as I do and many of them are on the younger side. കഴിഞ്ഞ 15 വർഷത്തിലധികമായി എനിക്ക് ജെഫ്രി അറിയാം. എന്നെപ്പോലെ തന്നെ അയാൾക്കും സുന്ദരികളായ സ്ത്രീകളിൽ ഭ്രമമുണ്ട്, വിശേഷിച്ച് പ്രായത്തിന് എളുപ്പമുള്ള പെൺകുട്ടികളെ. അന്ന് അങ്ങനെ ഒരു വർത്തമാനം പറഞ്ഞു പോയതിൽ ഒരുപക്ഷെ ഇന്ന് ട്രംപ് പോലും ഖേദിക്കുന്നുണ്ടാവാം. വർഷങ്ങളോളം എപ്സ്റ്റീൻ എന്നൊരാൾ പാം ബീച്ചിൽ താമസമുണ്ട് എന്ന് പോലും പലർക്കും അറിയില്ലായിരുന്നു. ഒരു ബഹളവുമില്ലാതെ അത്രയ്ക്ക് ഇൻവിസിബിൾ ആയിട്ടായിരുന്നു അയാൾ അവിടെ കഴിഞ്ഞു പോന്നിരുന്നത്. അതിനൊരു മാറ്റം ഉണ്ടാവുന്നത് 2003-ലാണ്. 2001 മുതൽ 2009 വരെ ഫ്ലോറിഡ പാം ബീച്ച് പോലീസ് ചീഫായിരുന്ന മൈക്കൽ റൈറ്റർ 2003-ൽ എപ്സ്റ്റീന്റെ അയൽവാസികളിൽ നിന്ന് പരാതികൾ കിട്ടിയതിനെ കുറിച്ച് പിന്നീട് ഓർത്തെടുക്കുന്നുണ്ട്. എപ്സ്റ്റീന്റെ വീട്ടിലേക്ക് നിരന്തരം വന്നുപോയിക്കൊണ്ടിരുന്ന അപരിചിതരായിട്ടുള്ള യുവതികളായിരുന്നു ഈ പരാതിക്ക് കാരണം. ഇങ്ങനെ വന്നിരുന്ന പല യുവതികളെയും ഈ പരാതികളുടെ പേരിൽ പോലീസ് അന്ന് തടഞ്ഞു നിർത്തി ചോദ്യം ചെയ്യുന്നുണ്ട്. പോലീസ് അന്നങ്ങനെ തടഞ്ഞു നിർത്തി ഇൻട്രോഗേറ്റ് ചെയ്തവരെല്ലാം തന്നെ മുതിർന്ന പെൺകുട്ടികളായിരുന്നു. തങ്ങൾ എപ്സ്റ്റീന്റെ ജീവനക്കാരാണ് എന്ന് അവർ ഒരേ സ്വരത്തിൽ മറുപടി കൊടുത്തു. വിശേഷിച്ച് അങ്ങനെ ഒരു കുറ്റകൃത്യത്തെയും കുറിച്ചുള്ള തുറന്നു പറച്ചിലോ തെളിവുകളോ പരാതികളോ ഒന്നും ഇല്ലാത്ത സാഹചര്യത്തിൽ പിന്നീട് ഇക്കാര്യത്തിലും വിശേഷിച്ച് തുടർ നടപടികൾ ഒന്നും തന്നെ ഉണ്ടാവുന്നില്ല. 2005-ൽ എപ്സ്റ്റീന്റെ പേരിൽ അല്പം വ്യത്യസ്തമായൊരു പരാതി കൂടി പോലീസിന് കിട്ടുന്നു. ഇത്തവണ പരാതിപ്പെട്ടത് ഒരു മൈനർ പെൺകുട്ടിയുടെ മാതാപിതാക്കളായിരുന്നു. സ്കൂളിൽ നടന്ന ഒരു കയ്യാങ്കളിക്കിടെ ഒരു വിദ്യാർത്ഥിനിയിൽ നിന്ന് അധ്യാപകർ $300 കണ്ടെടുക്കുന്നു. വിവരമറിഞ്ഞ രക്ഷിതാക്കൾ തങ്ങളുടെ മകളെ ചോദ്യം ചെയ്തപ്പോൾ അവൾ തന്റെ കൂട്ടുകാരികൾക്കൊപ്പം ഒരാളുടെ മാൻഷൻ സന്ദർശിച്ച വിവരം വെളിപ്പെടുത്തുന്നു. അവിടെയുള്ള ഒരാൾക്ക് മസാജ് ചെയ്ത് കൊടുത്തതിന്റെ പ്രതിഫലമായിട്ട് കിട്ടിയതാണ് ഈ $300 എന്ന് പെൺകുട്ടി പറയുന്നു. ഇങ്ങനെ മസാജ് ചെയ്യാനെത്തുന്ന കുട്ടികളിൽ അയാൾക്ക് ബോധിക്കുന്നവരെ അയാൾ കൂടുതൽ നേരത്തേക്ക് മാൻഷനിൽ നിർത്തി കൂടുതൽ പ്രതിഫലം നൽകി അയാൾക്ക് ഇഷ്ടമുള്ള വേറെയും കാര്യങ്ങൾ ചെയ്യിച്ചിരുന്നുവെന്നും കുട്ടി തുറന്നു പറയുന്നു. ഈ വിവരം അറിയുന്ന പോലീസ് ആ പെൺകുട്ടിയെ ഉടനടി സ്റ്റേഷനിലേക്ക് കൊണ്ടുചെല്ലാൻ ആവശ്യപ്പെടുന്നു. അന്ന് തന്നെ ഒരു ഡിറ്റക്റ്റീവ് അവളുടെ മൊഴിയും രേഖപ്പെടുത്തുന്നു. അവർ പിന്നാലെ അന്വേഷണവും തുടങ്ങുന്നു. ആ കുട്ടിക്ക് അന്ന് വെറും 14 വയസ്സ് മാത്രമാണ് പ്രായം. കുട്ടി പറഞ്ഞ വിവരങ്ങൾ വെച്ച് തേടിച്ചെല്ലുന്ന പോലീസിന് കുട്ടി പറയുന്ന ഈ മാൻഷൻ എപ്സ്റ്റീന്റെ വസതിയാണ് എന്ന് മനസ്സിലാവുന്നു.
അവൾ വളരെ വളരെ വിശദമായി വിത്ത് വെരി മൈന്യൂട്ട് ഡീറ്റെയിൽസ് പറഞ്ഞ കാര്യങ്ങൾ പലതും പോലീസിനെ ഞെട്ടിക്കുന്നു. വെൻഡി എന്നു പേരുള്ള ഒരു മുതിർന്ന പെൺകുട്ടിക്ക് ഒപ്പമാണ് താൻ ഈ മാൻഷനിലേക്ക് പോയത് എന്ന് ഈ പെൺകുട്ടി ഡിറ്റക്റ്റീവിനോട് പറഞ്ഞു. ഇവർ രണ്ടുപേരും കൂടി അവിടെ ചെന്ന് ഇറങ്ങിയപ്പോൾ വീട്ടിനുള്ളിൽ ഒരു പുരുഷൻ അവരെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. സാമാന്യം പ്രായമുള്ള, വിലകൂടിയ വസ്ത്രങ്ങൾ ധരിച്ച, നല്ല ഉയരമുള്ള, ഫിസിക്കലി ഫിറ്റ് ആയിട്ടുള്ള, കാണാൻ നല്ല ഗാംഭീര്യമുള്ള ഒരാൾ. അയാൾക്കൊപ്പം നല്ല ഉയരമുള്ള ഒരു വെള്ളക്കാരി സ്ത്രീയും ഉണ്ടായിരുന്നുവെന്ന് ഇവർ മൊഴി കൊടുത്തു. തന്നെ ഈ വ്യക്തി വളരെ സൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കുന്നത് പോലെ തനിക്ക് തോന്നിയെന്ന് ആ പെൺകുട്ടി പറഞ്ഞു. ഏതോ തന്നെ അയാൾ കണ്ണുകൊണ്ട് അളന്നുകൊണ്ടിരിക്കുകയാണോ എന്ന് പോലും അന്ന് അവൾക്ക് തോന്നി. എന്തായാലും കുറച്ചു നേരത്തെ കുശലാന്വേഷണങ്ങൾക്ക് ശേഷം അയാൾ തന്റെ കൂടെയുള്ള സ്ത്രീയോട് ഈ പെൺകുട്ടിയെ മുകളിലത്തെ നിലയിലേക്ക് കൊണ്ടുപോകാൻ പറഞ്ഞു. വീടിനകത്ത് തന്നെ കണ്ട നല്ല വീതിയുള്ള ഒരു സ്റ്റെയർ കേസ് കയറി അവർ മുകളിലെ നിലയിലേക്ക് എത്തുന്നു. മുകളിലത്തെ മുറികളിൽ മങ്ങിയ വെളിച്ചം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മുറികളിൽ നിന്നൊക്കെ കുത്തുന്ന എന്തോ ഒരു സുഗന്ധം പുറപ്പെട്ടിരുന്നു എന്നും ഈ കുട്ടി പറയുന്നുണ്ട്. ആ വീടിന്റെ ചുവരുകളിലെല്ലാം തന്നെ നഗ്നദേഹങ്ങളുടെ പെയിന്റിങ്ങുകളും ഫോട്ടോഗ്രാഫുകളും ഫ്രെയിം ചെയ്ത് പ്രദർശിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഈ പെൺകുട്ടിയെ മുകളിലെ ഒരു മുറിയിൽ ഇരുത്തിയ ശേഷം കൂടെ വന്ന സ്ത്രീ സ്ഥലം വിടുന്നു. എന്താണ് ഇനി നടക്കാൻ പോകുന്നത് എന്നോ തന്നിൽ നിന്ന് ഇവർ പ്രതീക്ഷിക്കുന്നത് എന്താണ് എന്നോ നിശ്ചയമില്ലാതെ താൻ ആകെ പരിഭ്രമിച്ചു പോയി അപ്പോൾ എന്ന് ഈ പെൺകുട്ടി പിന്നീട് ഓർത്തെടുത്തിട്ടുണ്ട്. എന്തായാലും അവൾ ആ മുറിയിലെ ഇരിപ്പ് തുടങ്ങി അധികം വൈകാതെ അവിടേക്ക് ഒരാൾ വന്നു എന്നും അയാൾ തന്നോട് മസാജ് ചെയ്യാൻ ആവശ്യപ്പെട്ടു എന്നും തുടർന്ന് തന്നോട് ലൈംഗിക ചേഷ്ടകളിൽ ഏർപ്പെട്ടു എന്നുമാണ് ആ 14-കാരി അന്ന് പോലീസിന് കൊടുത്ത മൊഴി. അന്ന് ആ മൈനർ പെൺകുട്ടിയോട് അങ്ങനെ ഇടപെട്ട പുരുഷൻ ജെഫ്രി എപ്സ്റ്റീൻ ആയിരുന്നുവെന്ന് പോലീസ് ഊഹിക്കുന്നു. എന്തായാലും ഈ കേസിലെ ആരോപണങ്ങളുടെ ഗുരുതര സ്വഭാവം കാരണം ഇത് അന്വേഷിക്കാനുള്ള ചുമതല ഡിപ്പാർട്ട്മെന്റിന്റെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻസ് യൂണിറ്റിന് കൈമാറപ്പെടുന്നു. പാം ബീച്ച് പോലീസ് ഡിറ്റക്ടീവ് ജോ റെക്കറി ലീഡ് ഇൻവെസ്റ്റിഗേറ്ററായിട്ട് ഓപ്പറേഷൻ ലീപ് ഇയർ എന്നൊരു സ്പെഷ്യൽ ദൗത്യം തന്നെ അവർ ഈ അന്വേഷണത്തിനായിട്ട് ആരംഭിക്കുകയും ചെയ്തു. ഈ കേസിലെ പൊട്ടൻഷ്യൽ വിക്ടിംസിനെ ഒന്നൊന്നായിട്ട് അന്ന് ജോ റെക്കറി ചോദ്യം ചെയ്തു തുടങ്ങി. അധികം വൈകാതെ തന്നെ കുറ്റകൃത്യങ്ങളുടെ മോഡസ് ഓപ്പറാൻഡിയിൽ വളരെ വ്യക്തമായ ഒരു പാറ്റേൺ ഉള്ളതായിട്ട് അദ്ദേഹത്തിന് ബോധ്യപ്പെടുന്നു. പാം ബീച്ച് മാൻഷനിലേക്ക് എപ്സ്റ്റീൻ എത്തിച്ച ഓരോ മൈനർ പെൺകുട്ടിയെയും അവിടെ കൊണ്ടുവന്നിട്ടുള്ളത് അവർക്ക് നല്ല പരിചയമുള്ള ഏതെങ്കിലും ഒരു മുതിർന്ന പെൺകുട്ടിയുടെ കൂടെയാണ്. അവർ ഓരോരുത്തരെയായിട്ട് കണ്ടെത്തി ഇൻട്രോഗേറ്റ് ചെയ്തപ്പോൾ അവരും അതേ കഥ തന്നെ ആവർത്തിച്ചു. ബലപ്രയോഗത്തെക്കാൾ ഈ കുട്ടികൾ തമ്മിലുള്ള വ്യക്തിപരമായിട്ടുള്ള വിശ്വാസം മുതലെടുത്ത് നടത്തുന്ന ഒരുതരം പിരമിഡ് സ്കീമായിരുന്നു എപ്സ്റ്റീൻ അവരുടെ റിക്രൂട്ട്മെന്റിന് വേണ്ടി പ്രയോഗിച്ചിരുന്നത്. ആദ്യത്തെ ഇര കുറെ കഴിയുമ്പോൾ എപ്സ്റ്റീന് 2-3 പുതിയ മൈനർ പെൺകുട്ടികളെ കൊണ്ടു നൽകുന്ന ഏജന്റായിട്ട് മാറും. ഇങ്ങനെ വരുന്ന പുതിയ ഇരകളും പിന്നീട് അതുപോലെ തന്നെ കൂടുതൽ പെൺകുട്ടികളെ എപ്സ്റ്റീന്റെ മാൻഷനിലേക്ക് എത്തിച്ചു കൊടുക്കും. അങ്ങനെ നീളും ആ നെറ്റ്വർക്ക്. കുറഞ്ഞ സമയത്തെ അന്വേഷണത്തിനുള്ളിൽ തന്നെ പോലീസിന് ഈ നെറ്റ്വർക്കിൽ ഇരയാക്കപ്പെട്ടിട്ടുള്ള ചുരുങ്ങിയത് 35 പെൺകുട്ടികളെ കുറിച്ചുള്ള വിവരങ്ങളെങ്കിലും അന്ന് കിട്ടുന്നുണ്ട്. ഈ കുട്ടികളെല്ലാം തന്നെ വെസ്റ്റ് പാം ബീച്ച് എന്ന മിഡിൽ ക്ലാസ് കുടുംബങ്ങൾ കഴിയുന്ന ഏരിയയിൽ നിന്ന് വരുന്നവരായിരുന്നു. പാവം പിടിച്ച കുട്ടികൾ. പലരും കഴിഞ്ഞിരുന്നത് ഒരു സൗകര്യവുമില്ലാത്ത തട്ടിക്കൂട്ട് അപ്പാർട്ട്മെന്റുകളിലായിരുന്നു. ചിലരാണെങ്കിൽ അതുപോലും ഇല്ലാതെ ട്രെയിലറുകളിൽ കഴിഞ്ഞുകൂടാൻ വിധിക്കപ്പെട്ടിരുന്നവർ. മറ്റു ചിലർ ഒരിടത്തു നിന്ന് ഇറങ്ങി മറ്റൊരിടം തലചായ്ക്കാൻ കിട്ടാതെ അലയുന്നവരായിരുന്നു. പലരുടെയും വീട്ടിൽ ഒരു രക്ഷിതാവെങ്കിലും മയക്കുമരുന്നിന് അടിമയാണ്. മറ്റു ചിലർ വീട് വിട്ടിറങ്ങി അല്ലറ ചില ജോലികൾ ചെയ്ത് ഒരുവിധം കഴിഞ്ഞുകൂടുന്നവരാണ്. പലരും ഒന്നുകിൽ തങ്ങളുടെ വീടുകളിൽ തന്നെ അല്ലെങ്കിൽ വീട് വിട്ടിറങ്ങി വിശ്വസിച്ച് കൂടെ തങ്ങിയ ഇടങ്ങളിൽ ലൈംഗിക ചൂഷണങ്ങൾക്ക് ഇരയായ ചരിത്രമുള്ളവരാണ്. വൾണറബിലിറ്റി ആയിരുന്നു എപ്സ്റ്റീൻ തന്റെ ഇരകളെ തിരഞ്ഞെടുക്കാൻ പ്രയോഗിച്ചിരുന്ന പ്രാഥമിക ക്രൈറ്റീരിയ. കഴിഞ്ഞുകൂടാനുള്ള പണവും അറ്റൻഷനും സ്ഥിരതയും ഒക്കെ ആവശ്യമുള്ള പെൺകുട്ടികളെ നോക്കി എപ്സ്റ്റീൻ തിരഞ്ഞെടുക്കുമായിരുന്നു. അവരിൽ പലർക്കും ഇങ്ങനെ ഒരു ദിവസം മാൻഷനിൽ വന്ന് പോകാൻ വേണ്ടി കൊടുത്തിരുന്ന പ്രതിഫലം അവരുടെ മാതാപിതാക്കൾ ഒരാഴ്ച കഷ്ടപ്പെട്ട് അധ്വാനിച്ചാൽ കിട്ടുന്നതിന്റെ ഇരട്ടിയോളം ആയിരുന്നു. പക്ഷേ ഈ അമേരിക്കൻ ലീഗൽ സിസ്റ്റത്തിന് വലിയൊരു പരിമിതിയുണ്ട്. ഇരകളായ സ്ത്രീകളുടെ മൊഴികൾ ഉണ്ടായതുകൊണ്ട് മാത്രം കാര്യമില്ല. കുറ്റാരോപിതർക്കെതിരെ വിചാരണയുമായിട്ട് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ കൊറോബറേറ്റീവ് ആയിട്ടുള്ള കൃത്യമായ ശാസ്ത്രീയ തെളിവുകൾ വേണം. അതുകൊണ്ട് ഡിറ്റക്റ്റീവ് റൈറ്ററുടെ പോലീസ് വലിയ തോതിൽ സർവൈലൻസ് നടപടികളുമായിട്ട് മുന്നോട്ട് പോകുന്നു. എപ്സ്റ്റീന്റെ വീട് പോലീസിന്റെ നിരീക്ഷണത്തിന് കീഴിലാവുന്നു. അവർ അയാളുടെ എയർപോർട്ട് ആക്ടിവിറ്റികളെ മോണിറ്റർ ചെയ്യാൻ തുടങ്ങുന്നു. എപ്സ്റ്റീന്റെ യാത്രകളുടെ നീക്കങ്ങളുടെ എല്ലാം പാറ്റേൺ പോലീസ് വിശദമായി തന്നെ പഠിച്ചു തുടങ്ങുന്നു. ഇങ്ങനെ തെളിവുകൾ ശേഖരിച്ച് ഒടുവിൽ ഒരു പ്രത്യേക ഘട്ടത്തിൽ പോലീസിന് സെർച്ച് വാറണ്ട് നേടാനാവുന്നു. ആ ഒരു രേഖയുടെ ബലത്തിൽ എപ്സ്റ്റീന്റെ മാൻഷന്റെ അകത്തേക്ക് പ്രവേശിക്കുന്ന പോലീസിന് ഈ കുട്ടികൾ അവരോട് വിശദമായിട്ട് വിവരിച്ച പോലെ തന്നെയുള്ള ഒരു ലേഔട്ടാണ് ഇതിനുള്ളിൽ കാണാൻ സാധിക്കുന്നത്. മുറികളും അവയുടെ ഫർണിഷിംഗ് സ്റ്റൈലുകളും ഒക്കെ ഈ കുട്ടികൾ പറഞ്ഞ അതുപോലെ തന്നെ ഇരിക്കുന്നു. കിടപ്പറയ്ക്ക് സമീപത്തായിട്ട് ഇവർ പറഞ്ഞ പോലെ തന്നെ ഒരു മസാജിങ് ടേബിൾ ഉണ്ട്. വീട്ടിൽ മുഴുവൻ ഇവർ പറഞ്ഞ പോലെ നഗ്ന ചിത്രങ്ങളും ഫോട്ടോഗ്രാഫുകളും ഒക്കെ ഫ്രെയിം ചെയ്ത് തൂക്കിയിട്ടിരിക്കുന്നതും പോലീസ് ശ്രദ്ധിച്ചു. കുട്ടികൾ പറയാതിരുന്ന ഒരു കാര്യം കൂടി ആ മാൻഷൻ റെയ്ഡ് ചെയ്ത പോലീസ് ശ്രദ്ധിക്കുന്നുണ്ട്. ആ മാൻഷനിൽ മുട്ടിന് CCTV ക്യാമറകളും ഓഡിയോ റെക്കോർഡിംഗ് സംവിധാനങ്ങളും ഒക്കെ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ വീട് മൊത്തം ഓരോ ഇഞ്ചും സർവേലൻസിന് വേണ്ടി തന്നെ ഡിസൈൻ ചെയ്യപ്പെട്ട ഒന്നാണ് എന്നത് വ്യക്തമാണ്. ഈ CCTV സിസ്റ്റങ്ങൾക്കൊക്കെയും ഒരു സെൻട്രലൈസ്ഡ് കൺട്രോൾ റൂം അവിടെ ഉണ്ടായിരുന്നു. ആ റൂമിലേക്ക് CCTV ഫുട്ടേജ് കളക്ട് ചെയ്യാൻ വേണ്ടി ചെന്ന പോലീസ് ഞെട്ടിപ്പോകുന്നു. സ്റ്റോറേജ് ഡിവൈസുകൾ, ഹാർഡ് ഡിസ്ക് ഡ്രൈവുകൾ, ഇതെല്ലാം
ഒരെണ്ണമില്ലാതെ ആരോ ഊരിക്കൊണ്ട് പോയിരിക്കുന്നു. ഇങ്ങനൊരു പോലീസ് റെയ്ഡ് വരാൻ പോകുന്നു എന്നുള്ള വിവരം ജെഫ്രി എപ്സ്റ്റീന് നേരത്തെ കൂട്ടി കിട്ടിയിട്ടുണ്ട്. പോലീസിന്റെ കൂട്ടത്തിൽ തന്നെയുള്ള ആരോ അയാൾക്ക് ഈ വിവരം ചോർത്തി കൊടുത്തിട്ടുണ്ട് എന്നത് പകൽ പോലെ വ്യക്തമാണ്. പോലീസ് എപ്സ്റ്റീന്റെ മാൻഷനിലെ ജീവനക്കാരെ ഒന്നില്ലാതെ അന്ന് ചോദ്യം ചെയ്തുവെങ്കിലും അവരാരും തന്നെ ഈ അന്വേഷണത്തോട് ഒട്ടും സഹകരിക്കുന്നില്ല. എന്നാൽ അന്ന് അങ്ങനെ പലതും ചെയ്തിട്ടും ഈ കേസ് എപ്സ്റ്റീൻ വിചാരിച്ച പോലെ ഇല്ലാതെയാവുന്നില്ല. അതിന് രണ്ട് കാരണമുണ്ടായിരുന്നു. ഒന്ന്, ഈ കേസിലെ ഇരകൾ മൈനറായിരുന്നു. കേസ് വളരെ ഗൗരവമുള്ളതാണ്. രണ്ടാമത്തെ കാരണം, കേസിലെ ഇരകൾ കൊടുത്ത മൊഴികളെല്ലാം തന്നെ സത്യമായിരുന്നു എന്നതുകൊണ്ട് എല്ലാം വളരെ കൺസിസ്റ്റന്റ് ആയിരുന്നു. എന്നാൽ അതേസമയം തന്നെ പോലീസിനെ ഈ കേസിൽ ബുദ്ധിമുട്ടിലാക്കിയ മറ്റൊരു ഘടകം കൂടി ഉണ്ടായിരുന്നു. ഇരകളായ പെൺകുട്ടികളിൽ പലർക്കും കേസുമായിട്ട് മുന്നോട്ട് പോകാൻ താല്പര്യമില്ലായിരുന്നു എന്നതായിരുന്നു അത്. പലരും വിശ്വസിച്ചിരുന്നത് എപ്സ്റ്റീനുമായിട്ട് തങ്ങൾ പ്രണയത്തിലാണ് എന്നാണ്. അവരെ വിവാഹം കഴിച്ചുകൊള്ളാമെന്ന് അയാൾ വാക്കു കൊടുത്തിരുന്നു എന്നും ചിലരെങ്കിലും അവകാശപ്പെടുന്നുണ്ട്. മറ്റു ചില ഇരകളെ എപ്സ്റ്റീൻ നിശബ്ദരാക്കിയത് അവരുടെ കോളേജ് വിദ്യാഭ്യാസത്തിനും ജീവിത ചെലവിനും വേണ്ട പണം അവരുടെ അക്കൗണ്ടിൽ ഇട്ടുകൊടുത്തുകൊണ്ടാണ്. ഇങ്ങനെ പല വിപരീത ഘടകങ്ങൾ അന്വേഷണത്തെ പിന്നോട്ടടിപ്പിച്ചപ്പോഴും നിരാശരാവാതെ ആ അന്വേഷണ സംഘം കേസുമായി മുന്നോട്ട് തന്നെ പോകുന്നു. ഏറെ നാളത്തെ കൗൺസിലിംഗിന് ശേഷം 4-5 ഇരകൾ എപ്സ്റ്റീനെതിരെ കോടതിയിൽ മൊഴി നൽകാൻ തയ്യാറായി മുന്നോട്ട് വരുന്നു. അത് മതിയാകും എപ്സ്റ്റീനെ പൂട്ടാനെന്ന് പ്രോസിക്യൂഷൻ കരുതുന്നു. അതുവരെ ശേഖരിച്ച തെളിവുകളുമായിട്ട് അവർ അന്നത്തെ സ്റ്റേറ്റ് അറ്റോർണി ബെറി ക്രിസ്റ്ററിനെ സമീപിച്ച് അറസ്റ്റ് വാറന്റിനുള്ള അപേക്ഷ സമർപ്പിക്കുന്നു. അമേരിക്കൻ ലീഗൽ സിസ്റ്റത്തിൽ സ്റ്റേറ്റ് അറ്റോർണി ഏറെക്കുറെ നമ്മുടെ പബ്ലിക് പ്രോസിക്യൂട്ടറെ പോലെ തന്നെയാണ് പ്രവർത്തിക്കുക. പക്ഷെ അവിടെ അതൊരു ഇലക്ടഡ് പോസ്റ്റാണ്, സ്റ്റേറ്റ് അപ്പോയിന്റഡ് പോസ്റ്റ് അല്ല എന്ന് മാത്രം. തന്റെ നേർക്കുവന്ന കേസിന് എപ്സ്റ്റീൻ സ്വാഭാവികമായിട്ടും തന്റെ സമ്പത്തും സ്വാധീനവും പരമാവധി ചെലുത്തി അന്ന് എതിർക്കുന്നു. അമേരിക്കയിലെ നമ്പർ 1 അഡ്വക്കേറ്റുമാരെ അണിനിരത്തി അത്യസാധാരണമായ ഒരു ഡിഫൻസ് ടീം തന്നെ അയാൾ അന്ന് ഒരുക്കുന്നു. കെന്നത്ത് സ്റ്റാർ, റോയ് ബ്ലാക്ക്, ജെ ലൊക്കോവിറ്റ്സ്, ജെറാർഡ് ലെഫ്കോട്ട് എന്നിവർക്ക് പുറമെ പ്രമാദമായ OJ സിംസൺ കേസ് വാദിച്ച സാക്ഷാൽ അലൻ ഡെർഷോവിറ്റ്സ് അടക്കം അന്ന് ആ അഭിഭാഷക സംഘത്തിൽ ഉണ്ടായിരുന്നു. കേസുമായിട്ട് കോടതിയിലെത്തിയ പോലീസിനും പ്രോസിക്യൂഷനും ഇത് ഡിഫൻസ് ആണ് എന്നല്ല അറ്റാക്കാണ് എന്നാണ് തോന്നിയത്. ഈ കേസ് അന്വേഷിച്ച ഡിറ്റക്റ്റീവുകളുടെ ഇതുവരെയുള്ള കരിയറുകളും നിലവിലെ ട്രാക്ക് റെക്കോർഡും ഒക്കെ ഇഴകിരി പരിശോധിക്കാൻ വേണ്ടി ഡിഫൻസ് വലിയ തുക മുടക്കി പ്രൈവറ്റ് ഡിറ്റക്റ്റീവുമാരെ വരെ നിയോഗിക്കുന്നുണ്ട്. ഈ ഡിറ്റക്റ്റീവ് സംഘങ്ങൾ ഈ ഓഫീസർമാരുടെ വീടുകൾ സദാ സർവേലൻസിൽ വെച്ചു. അവരുടെ നീക്കങ്ങൾ നിരീക്ഷിക്കപ്പെട്ടു. ഈ ഡിറ്റക്റ്റീവുകൾ അറ്റാച്ച്ഡ് ആയിട്ടുള്ള പോലീസ് സ്റ്റേഷനുകളിലെയും അവരുടെ വീടിന് പുറത്തുമൊക്കെയുള്ള ട്രാഷ് ബിന്നുകൾ വരെ അന്ന് തെളിവിന് വേണ്ടി ഈ ഡിറ്റക്റ്റീവുകൾ അരിച്ചു പെറുക്കുന്നുണ്ട്. എന്തിന് ഈ ഓഫീസർമാരുടെ ഭാര്യമാരുടെയും കുട്ടികളുടെയും വരെ സ്വകാര്യ ജീവിതങ്ങളിലേക്ക് ഈ പ്രൈവറ്റ് ഡിറ്റക്റ്റീവ് സംഘങ്ങൾ അന്ന് നുഴഞ്ഞു കയറുന്നു. അങ്ങനെ നടത്തപ്പെട്ട കൂലങ്കഷമായ അന്വേഷണങ്ങളിലെ കണ്ടെത്തലുകൾ പലതും ഈ ഓഫീസർമാരെ കോടതിയിൽ ഡിസ്ക്രെഡിറ്റ് ചെയ്യാൻ വേണ്ടി ഡിഫൻസ് പ്രയോജനപ്പെടുത്തി. എപ്സ്റ്റീന്റെ പണത്തിന്റെ സ്വാധീനം ആദ്യം തെളിഞ്ഞു കാണുന്നത് സ്റ്റേറ്റ് അറ്റോർണി ക്രിസ്റ്ററുടെ അടുക്കൽ തന്നെയാണ്. തെളിവുകൾ സമർപ്പിച്ചപ്പോൾ തന്നെ അറ്റോർണിയുടെ സ്വരത്തിൽ വല്ലാത്തൊരു വിമുഖത ഈ കേസിനോട് പ്രകടമായി ഉള്ളത് അന്വേഷണ സംഘത്തിന് ബോധ്യപ്പെട്ടു. പ്രോസിക്യൂഷൻ ഹാജരാക്കിയ ഒരു ഇര പോലും ക്രെഡിബിൾ അല്ല എന്ന് അറ്റോർണി അവരുടെ മുഖത്ത് നോക്കി പറഞ്ഞു. ഈ ഇരകളെല്ലാവരും തന്നെ എപ്സ്റ്റീനിൽ നിന്ന് പലപ്പോഴായിട്ട് പണം പറ്റിയിട്ടുള്ളത് കൊണ്ട് അവരുടെ മൊഴികൾ മുഖവിലക്കെടുക്കാൻ സാധിക്കില്ല എന്ന് അയാൾ ആവർത്തിച്ചു പറഞ്ഞു. എന്നാൽ ഈ ഇരകളിൽ പലരും പ്രായപൂർത്തിയാവാത്തവരാണ് എന്നതുകൊണ്ട് തന്നെ കൺസെന്റ് എന്നതിന് ഈ കേസിൽ പ്രസക്തിയേയില്ല എന്ന വസ്തുത പോലും പലപ്പോഴും ഈ കേസിൽ അവഗണിക്കപ്പെടുന്നു. കേസന്വേഷണം ഇങ്ങനെ മുന്നോട്ട് പോകുന്തോറും എപ്സ്റ്റീൻ സംഘത്തിന്റെ നിലപാടും കടുത്തുവന്നു. സമ്മർദ്ദം കനത്തുവന്നു. സാക്ഷികൾ ഒന്നില്ലാതെ ഇന്റിമിഡേറ്റ് ചെയ്യപ്പെട്ടു. ഇരകൾ സ്ലട്ട് ഷെയിം ചെയ്യപ്പെട്ടു. ഈ ഇരകളുടെ കൂട്ടത്തിലെ ഒരു പെൺകുട്ടി അന്ന് 3 തവണ അബോർഷന് വിധേയമായിട്ടുള്ള ഒരാളാണ്. ആ കുട്ടിയോട് അന്ന് ഡിഫൻസ് കൗൺസിൽ ചോദിച്ചത് ഏതാണ് മോശം അനുഭവം, 3 വട്ടം അബോർട്ട് ചെയ്യുന്നതാണോ അതോ എപ്സ്റ്റീൻ ഒരു സെക്ഷൽ മസാജ് കൊടുക്കുന്നതാണോ എന്നാണ്. ഒടുവിൽ ഈ കേസിൽ 2005 ജൂലൈയിൽ എപ്സ്റ്റീനെതിരെ കുറ്റപത്രം സമർപ്പിച്ചപ്പോൾ അതിൽ അവശേഷിച്ച ഒരേ ഒരു ചാർജ് സോളിസിറ്റേഷൻ ഫോർ പ്രോസ്റ്റിറ്റ്യൂഷൻ അഥവാ വ്യഭിചാരത്തിനുള്ള ക്ഷണം മാത്രമാവുന്നു. ലൈംഗിക അതിക്രമത്തിന്റെയോ ബലാത്സംഗത്തിന്റെയോ ആയിട്ടുള്ള ഒരു ചാർജ് പോലും അന്ന് കോടതിയിൽ നിലനിൽക്കുന്നില്ല. മണിക്കൂറുകൾക്കുള്ളിൽ കേവലം ബോണ്ടിന്റെ പുറത്ത് മാത്രം ഈ കേസിൽ കോടതി എപ്സ്റ്റീനെ അന്ന് വിട്ടയക്കുന്നു. കേസിൽ നീതിന്യായ സംവിധാനം പാടെ പരാജയപ്പെട്ടു എന്ന് തോന്നുന്ന പാം ബീച്ച് പോലീസ് ചീഫ് മൈക്കൽ റേറ്റർ ആ കേസ് അന്ന് FBI റെഫർ ചെയ്യുന്നു. ഈ കേസ് ഏറ്റെടുക്കുന്ന FBI ആദ്യം തന്നെ ചെയ്യുന്നത് എപ്സ്റ്റീനെതിരെ സമർപ്പിക്കപ്പെട്ട പരാതികൾ പൂർവ്വകാല പ്രാബല്യത്തോടെ പരിശോധനയ്ക്ക് വിധേയമാക്കുകയാണ്. പരാതികൾ തിരഞ്ഞു വന്ന FBI 1996 മരിയ ഫാർമർ കൊടുത്ത ഒരു പരാതിയുടെ രേഖകൾ കിട്ടി. 1998 മുതൽക്ക് ജെഫ്രി എപ്സ്റ്റീന്റെ ഉടമസ്ഥതയിലുള്ള ഏതാണ്ട് 72 ഏക്കറോളം വിസ്തൃതിയുള്ള ഒരു സ്വകാര്യ ദ്വീപാണ് US വിർജിൻ ഐലൻഡ്സിന്റെ ഭാഗമായിട്ടുള്ള ലിറ്റിൽ സെന്റ് ജെയിംസ്. നോബഡീസ് ഗേൾ എന്നതിന്റെ ഓർമ്മക്കുറിപ്പിൽ ജെഫ്രി എപ്സ്റ്റീന്റെ ഇരകളിൽ ഒരാളായിട്ടുള്ള വിർജീനിയ ഗൂഫ്രെ ഈ ദ്വീപിനെ ഓർത്തെടുക്കുന്നത് വളരെ സൂക്ഷിച്ച് ഡിസൈൻ ചെയ്തിട്ടുള്ള എല്ലാവിധ ആഡംബരങ്ങളുമുള്ള ഒരിടമെന്നാണ്. 4 ദിക്കിലേക്കും ഇളനീല നിറത്തിലുള്ള സമുദ്രം കൊണ്ട് ചുറ്റപ്പെട്ട ഈ ദ്വീപിൽ 3 ആഡംബര ബീച്ചുകളും 2 സ്വിമ്മിംഗ് പൂളുകളും ഒരു ഹെലിപാഡും സ്വന്തമായി കടൽ വെള്ളം ശുദ്ധീകരിക്കാനുള്ള സംവിധാനം പോലുമുണ്ട്.
നീല നിറത്തിലുള്ള മേൽക്കൂരയോട് കൂടിയ ഒരു വലിയ മാളികയാണ് ഇതിന്റെ കേന്ദ്രബിന്ദു. അതിന് ചുറ്റിപ്പറ്റി നിരവധി ഗസ്റ്റ് കോട്ടേജുകൾ വേറെയുമുണ്ട്. ഒരു വലിയ സൂര്യഘടികാരവും ഓലമെഞ്ഞൊരു ഡോക്കും അതിൽ നങ്കൂരമിട്ട് കിടക്കുന്ന ഒരു ലക്ഷറി പവർ ബോട്ടും അവിടെയുണ്ട്. ബീച്ചിനോട് ചേർന്ന് മസാജിങ്ങിന് വേണ്ടി നിരവധി കുടിലുകൾ വേറെയും കാണാം. ദ്വീപിൽ വരുന്ന അതിഥികളുടെ സേവനത്തിനു വേണ്ടി നിരവധി ജീവനക്കാരെയും എപ്സ്റ്റീൻ അവിടെ നിയോഗിച്ചിട്ടുണ്ടായിരുന്നു. ഈ ദ്വീപിലെ ജീവനക്കാരിൽ പലരെയും അയാൾ ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നായിട്ട് തിരഞ്ഞുപിടിച്ച് കൊണ്ടുവന്നതായിരുന്നുവെന്ന് അവിടെ പോയിട്ടുള്ള വിർജീനിയ ഗൂഫ്രെ ഓർക്കുന്നുണ്ട്. ആഡം പെരി ലാങ്ങിനെ പോലെ അന്ന് അവിടെ ഉണ്ടായിരുന്ന ഷെഫുകളിൽ പലരും ഇന്റർനാഷണലി ട്രെയിൻഡ് ആണ്. ഈ ദ്വീപ് എപ്സ്റ്റീൻ തന്റെ സമ്പന്നരായിട്ടുള്ള സുഹൃത്തുക്കൾക്കും ക്ലയൻസിനും വേണ്ടി ഇടയ്ക്കിടെ സംഘടിപ്പിച്ചിരുന്ന എക്സ്ക്ലൂസീവ് വിരുന്നുകൾ സംഘടിപ്പിക്കാനുള്ള ഒരു ഡെസ്റ്റിനേഷൻ ആയിട്ടാണ് അവിടെ വന്നുപോയിരുന്ന അതിഥികൾ പലരും അന്ന് കണ്ടത്. വിക്ടോറിയ സീക്രട്ടുമായിട്ട് ബന്ധമുണ്ടായിരുന്ന പല മോഡലുകളും ഇവിടുത്തെ സ്ഥിരം സന്ദർശകരായിരുന്നു. ഗൂഫ്രെ പിന്നീട് കൊടുത്ത മൊഴി പ്രകാരം എപ്സ്റ്റീന്റെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളോട് സഹകരിച്ചിരുന്ന അറിയപ്പെടുന്ന പല അക്കാദമിക് പണ്ഡിതന്മാരും ലിറ്റിൽ സെന്റ് ജെയിംസ് ദ്വീപിലെ സ്ഥിരം സന്ദർശകരായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. എപ്സ്റ്റീന്റെ ക്ലയന്റും സുഹൃത്തുമായിരുന്ന ജോൺ ലുക്ക് ബ്രൂണലിന്റെ MC സ്ക്വയർ എന്ന മോഡലിംഗ് ഏജൻസിയാണ് അന്ന് എപ്സ്റ്റീന് വേണ്ടി പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ ദ്വീപിൽ എത്തിച്ചിരുന്നത് എന്നാണ് ദ്വീപിലെ ചില ജീവനക്കാർ പിന്നീട് ആരോപിച്ചിട്ടുള്ളത്. സ്വകാര്യ ദ്വീപ് ആയിരുന്നതുകൊണ്ട് ഒരു പരിധിയിൽ കവിഞ്ഞ പരിശോധനകളൊന്നും തന്നെ സർക്കാർ ഏജൻസികളുടെ ഭാഗത്തു നിന്ന് ഈ ദ്വീപിൽ ഉണ്ടായിരുന്നില്ല. അതേസമയം ചെന്നിറങ്ങുന്നവരുടെ പാസ്പോർട്ടുകൾ എപ്സ്റ്റീൻ വാങ്ങിവെച്ചിരുന്നുവെന്നും ദ്വീപിന്റെ ഓരോ കോണും നിരന്തരം CCTV നിരീക്ഷണത്തിലായിരുന്നുവെന്നും ഇരകളിൽ പലരും മൊഴി കൊടുത്തിട്ടുണ്ട്. ദ്വീപിലെ ചില മുൻ ജീവനക്കാർ അന്വേഷണ സംഘത്തിന് നൽകിയ മൊഴികളിൽ പറയുന്നത് പല പ്രശസ്ത വ്യക്തികളും ഈ ദ്വീപിലെത്തി പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികൾക്കൊപ്പം അവിടെ വെച്ച് ലൈംഗിക ചേഷ്ടകളിൽ ഏർപ്പെട്ടിരുന്നു എന്നാണ്. ഈ മൊഴികൾ ഇപ്പോഴും കോടതിയുടെ പരിഗണനയിൽ തന്നെ തുടരുകയാണ്. വിർജീനിയ ഗൂഫ്രെ തന്റെ പുസ്തകത്തിൽ ദ്വീപിൽ വന്നിറങ്ങിയ ഒരു വെൽ നോൺ പ്രൈം മിനിസ്റ്ററിന്റെ കാര്യം ഓർത്തെടുക്കുന്നുണ്ട്. അയാൾക്ക് എന്നോട് വയലൻസ് പ്രവർത്തിക്കണമായിരുന്നു. അവൾ പറഞ്ഞു, എന്റെ ബോധം പറയും വരെയും അയാൾ എന്റെ കഴുത്തിൽ കുത്തിപ്പിടിച്ചു. ഞാൻ മരണഭയം കൊണ്ട് വിറയ്ക്കുന്നത് കാണുന്നത് അയാളെ എന്തോ വല്ലാതെ സന്തോഷിപ്പിച്ചു. എന്നെ ഓരോ തവണ വേദനിപ്പിക്കുമ്പോഴും അയാൾ ഉറക്കെ പൊട്ടിച്ചിരിച്ചു കൊണ്ടിരുന്നു. എന്നെ ഒന്നും ചെയ്യരുതേ എന്ന് കാലിൽ വീണ് കരയുന്നത് അയാൾക്ക് വല്ലാത്ത ഹൈ നൽകിയതുപോലെ തോന്നി എന്നാണ് അന്ന് ഗൂഫ്രെ മൊഴി കൊടുത്തത്. ഈ സംഭവത്തിന് ശേഷം ദിവസങ്ങളോളം ശ്വാസമെടുക്കാനോ ഭക്ഷണം ഇറക്കാനോ ആവാത്ത വിധത്തിൽ താൻ പ്രയാസപ്പെട്ടിരുന്നു എന്നും അവർ പിന്നീട് കോടതി സമക്ഷം ബോധിപ്പിക്കുന്നു. പാം ബീച്ച് പോലീസ് ചീഫായിട്ടുള്ള മൈക്കിൾ റേറ്റർ ഈ കേസിനെ വിടാതെ മുന്നോട്ട് നീക്കിയതോടെ ഒടുവിൽ വിഷയത്തിൽ FBI സജീവമായി തന്നെ ഇടപെട്ടു. ശക്തമായൊരു ഫെഡറൽ കേസ് തന്നെ അവർ കെട്ടിപ്പൊക്കി. മേരി ഫാർമയുടെ ആദ്യത്തെ പരാതി തൊട്ട് ഇങ്ങോട്ടുള്ള സംഭവങ്ങളെ കൃത്യമായിട്ട് പഠിക്കുന്ന ബ്യൂറോ വർഷങ്ങൾ നീണ്ടുവന്ന പാറ്റേണുകൾ പലതും പഠിച്ചെടുക്കാൻ ശ്രമിച്ചു. അന്ന് അതിനവർക്ക് വേണ്ട ഒത്താശ ചെയ്തു കൊടുത്ത അറ്റോർണി അലക്സാണ്ടർ അക്കോസ്റ്റയ്ക്ക് പിന്നീട് ട്രംപ് റെജീമിൽ സെക്രട്ടറി ഓഫ് ലേബർ എന്ന പദവി ഓഫർ ചെയ്യപ്പെടുക വരെ ഉണ്ടായി. എന്നാൽ അപ്പോഴും പല കേസുകളിലും എപ്സ്റ്റീന്റെ അറ്റോർണികൾ നേരിട്ട് മയാമിയിലെ US അറ്റോർണീസ് ഓഫീസുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് കാര്യങ്ങളിൽ അവർക്ക് വേണ്ട നീക്കുപോക്ക് ഉണ്ടാക്കിക്കൊണ്ടിരുന്നു. FBI മുന്നോട്ട് വെച്ച കേസിൽ പ്രോസിക്യൂഷന്റെ ഭാഗത്തു നിന്ന് എപ്സ്റ്റീൻ ഓഫർ ചെയ്യപ്പെട്ട പ്ലീ ഡീൽ എല്ലാവരെയും ഞെട്ടിച്ചു. സോളിസിറ്റിംഗ് പ്രോസ്റ്റിറ്റ്യൂഷൻ ആൻഡ് സോളിസിറ്റിംഗ് പ്രോസ്റ്റിറ്റ്യൂഷൻ ഫ്രം എ മൈനർ എന്നീ 2 കൗണ്ടിൽ മാത്രം ഗിൽറ്റി പ്ലീഡ് ചെയ്യുന്ന എപ്സ്റ്റീന് കോടതി അന്ന് 1.5 കൊല്ലത്തെ തടവ് ശിക്ഷ മാത്രമാണ് വിധിക്കുന്നത്. ആ എഗ്രിമെന്റ് പേര് വെളിപ്പെടുത്തിയതും അല്ലാത്തതുമായിട്ടുള്ള പല കൂട്ടുപ്രതികൾക്കും ഇമ്മ്യൂണിറ്റി നൽകുന്ന ഒന്നുകൂടിയായിരുന്നു. ഈ കേസിലെ ഇരകളുടെ അറിവ് കൂടാതെ ഒപ്പുവെക്കപ്പെട്ട ഒരു നോൺ പ്രോസിക്യൂഷൻ എഗ്രിമെന്റിലൂടെ അറ്റോർണീസ് ഓഫീസ് പ്രതികൾക്കുമേൽ ഇനി ഭാവിയിൽ ഒരു ഫെഡറൽ ചാർജും ചുമത്തുകയില്ല എന്നുകൂടി അന്ന് ഉറപ്പുകൊടുക്കുന്നു. മുമ്പൊരിക്കലും കേട്ടുപരിചയമില്ലാത്ത അത്ര ഇളവുകളോടുകൂടി എപ്സ്റ്റീൻ 13 മാസത്തേക്ക് അന്ന് ഒരു കൗണ്ടി ജയിലിൽ അടയ്ക്കപ്പെടുന്നു. ഇതിൽ ദിവസത്തിൽ 12 മണിക്കൂർ വരെ, ആഴ്ചയിൽ 6 ദിവസം വരെ ജയിലിന് പുറത്ത് തന്റെ പ്ലഷ് ഓഫീസിൽ ചെന്നിരുന്ന് ജോലി ചെയ്യാൻ വരെ എപ്സ്റ്റീന് അനുവാദം കിട്ടുന്നുണ്ട്. എപ്സ്റ്റീൻ ഇങ്ങനെ ജയിൽവാസം അനുഷ്ഠിക്കുന്ന കാലത്താണ് വിർജീനിയ ഗൂഫ്രെ തന്റെ അനുഭവങ്ങൾ വളരെ ഗ്രാഫിക് ആയിട്ടുള്ള വിശദാംശങ്ങളോട് കൂടി തന്നെ പൊതുജന സമക്ഷത്തിലേക്ക് വെക്കുന്നത്. ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നുള്ള രാജകുടുംബാംഗങ്ങൾക്കും രാഷ്ട്രീയക്കാർക്കും അക്കാദമിക് ബുദ്ധിജീവികൾക്കും ബിസിനസ് ടൈക്കൂണുകൾക്കും മുന്നിൽ എപ്സ്റ്റീനും ഗിലെൻ മാക്സ്വെലും ചേർന്ന് തന്നെ പലതവണ കാഴ്ചവെച്ചു എന്ന് ആരോപിച്ചുകൊണ്ട് ഒരു സിവിൽ സ്യൂട്ടും അന്ന് ഗൂഫ്രെ ഫയൽ ചെയ്യുന്നു. എലിസബത്ത് രാജ്ഞിയുടെ മകനായ പ്രിൻസ് ആൻഡ്രൂ തന്നെ 3 തവണ ബലാത്കാരമായിട്ട് പ്രാപിച്ചിട്ടുണ്ട് എന്ന ആരോപണം അവർ 10 വർഷത്തോളം കാലം ഒരു മാറ്റവും കൂടാതെ ആവർത്തിച്ചുകൊണ്ടിരുന്നു. ഈ ആക്ഷേപങ്ങൾ ഉന്നയിച്ചതിന്റെ പേരിൽ ഗൂഫ്രെയെ ഒരു മോശ സ്ത്രീയായിട്ട് ചിത്രീകരിക്കാനുള്ള സംഘടിതമായ ശ്രമങ്ങൾ അജ്ഞാതമായ ഫണ്ടിംഗ് കേന്ദ്രങ്ങളുടെ കാർമ്മികത്വത്തിൽ തുടർച്ചയായി നടന്നുകൊണ്ടിരുന്നു. അടുത്ത കുറെ വർഷത്തേക്ക് പക്ഷേ കേസിൽ കാര്യമായിട്ടുള്ള പുരോഗതി ഒന്നും തന്നെ ഉണ്ടാവുന്നില്ല. പിന്നീട് ഒരു ബ്രേക്ക് ത്രൂ ഉണ്ടാവുന്നത് 2018 മയാമി ഹെറാൾഡിന്റെ കറസ്പോണ്ടന്റ് ആയിട്ടുള്ള ജൂലി കെ ബ്രൗൺ ഏതാണ്ട് 1 വർഷം നീണ്ടുനിന്ന അന്വേഷണങ്ങളുടെ ബലത്തിൽ പെർവേർഷൻ ഓഫ് ജസ്റ്റിസ് എന്ന പേരിൽ ഒരു ലേഖനം അച്ചടിച്ച് പ്രസിദ്ധീകരിച്ചതോടെയാണ്. ഇതിൽ എപ്സ്റ്റീനാൽ പീഡിപ്പിക്കപ്പെട്ടുവെന്ന് അവകാശപ്പെടുന്ന 60ഓളം സ്ത്രീകളുമായിട്ട് ബ്രൗൺ നടത്തിയ അഭിമുഖങ്ങളും ഉണ്ടായിരുന്നു. അറ്റോർണീസ് ഓഫീസും എപ്സ്റ്റീനും തമ്മിൽ നടന്ന സീക്രട്ട് ഡീലിന്റെ കാപട്യം തുറന്നുകാട്ടിയ ഈ ലേഖനത്തിൽ ഇരകളെ പലപ്പോഴും നീതിനിർവഹണത്തിന്റെ പ്രക്രിയയിൽ നിന്ന് ഒഴിച്ചു നിർത്തപ്പെട്ടത് എങ്ങനെയെന്നും വ്യക്തമാക്കിയിരുന്നു. ഇങ്ങനൊരു ലേഖനം വന്ന് അധികം വൈകാതെ തന്നെ നേരത്തെ ഒപ്പുവെക്കപ്പെട്ട നോൺ പ്രോസിക്യൂഷൻ എഗ്രിമെന്റ് ക്രൈം വിക്ടിംസ് ആക്ടിലെ ചട്ടങ്ങൾക്ക് വിരുദ്ധമാണ് എന്ന ഒരു ജഡ്ജ്മെന്റ്
ഫെഡറൽ കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടാവുന്നു. 2019 ജൂലൈ 6 ടെറ്റർബ്രോ എയർപോർട്ടിൽ വെച്ച് എപ്സ്റ്റീൻ വീണ്ടും അറസ്റ്റ് ചെയ്യപ്പെടുന്നു. പുതിയ US അറ്റോർണി ജെഫ്രി ബർമന്റെ കീഴിലുള്ള US സദേൺ ഡിസ്ട്രിക്ട് അറ്റോർണീസ് ഓഫീസ് എപ്സ്റ്റീന് മേൽ സെക്സ് ട്രാഫിക്കിംഗ്, ഗൂഢാലോചന തുടങ്ങിയ കുറ്റങ്ങൾ ചുമത്തിക്കൊണ്ട് പുതിയ കേസ് രജിസ്റ്റർ ചെയ്യുന്നു. അന്വേഷണം വീണ്ടും മുറുകുന്നു. ഇങ്ങനെയൊരു സംഭവവികാസമുണ്ടായി ദിവസങ്ങൾക്കുള്ളിൽ തന്നെ നേരത്തെ രഹസ്യ ഡീലിന് വേണ്ടി ഒത്താശ ചെയ്തു കൊടുത്ത അക്കോസ്റ്റ സെക്രട്ടറി ഓഫ് ലേബർ സ്ഥാനം രാജിവെക്കുകയും ചെയ്യുന്നു. 2019 ജൂലൈ 23 മെട്രോപൊളിറ്റൻ കറക്ഷണൽ സെന്ററിൽ എപ്സ്റ്റീനെ പരിക്കേറ്റ നിലയിൽ അബോധാവസ്ഥയിൽ കണ്ടെത്തുന്നു. അയാളുടെ കഴുത്തിൽ അന്ന് മുറിപ്പാടുകളും ഉണ്ടായിരുന്നു. അതൊരു ആത്മഹത്യാ ശ്രമമാകാമെന്നായിരുന്നു അധികാരികളുടെ പ്രാഥമിക കണ്ടെത്തൽ. എങ്കിലും എപ്സ്റ്റീൻ ആക്രമിക്കപ്പെട്ടിരിക്കാനുള്ള സാധ്യതയും അവർ തള്ളിക്കളഞ്ഞില്ല. അയാളെ അവർ സൂയിസൈഡ് വാച്ച് ലിസ്റ്റിൽ ഉൾപ്പെടുത്തി കർശനമായി നിരീക്ഷിച്ചു തുടങ്ങി. 6 ദിവസങ്ങൾക്ക് ശേഷം വിശേഷിച്ചൊരു കാരണവും കൂടാതെ എപ്സ്റ്റീനെ അവർ ആ ലിസ്റ്റിൽ നിന്നും അതുകൊണ്ട് തന്നെ കർശനമായ നിരീക്ഷണത്തിൽ നിന്നും ഒഴിവാക്കുന്നു. ഒരു പ്രത്യേക സെല്ലിൽ മറ്റൊരു ഇൻമേറ്റിനൊപ്പമാണ് ആ ദിവസങ്ങളിൽ എപ്സ്റ്റീൻ കഴിഞ്ഞത്. ഓഗസ്റ്റ് 9 ഈ സെൽമേറ്റിനെയും അവിടെ നിന്ന് മറ്റൊരു സെല്ലിലേക്ക് മാറ്റുന്നു. എന്നാൽ എപ്സ്റ്റീന് അതിനുശേഷം മറ്റൊരു സെൽമേറ്റിനെ അനുവദിച്ച് കൊടുക്കുകയും ഉണ്ടായില്ല. അന്ന് രാത്രി പതിവ് പ്രോട്ടോക്കോളിന് വിരുദ്ധമായി ഓരോ 30 മിനിറ്റിലുമുള്ള ചെക്കിംഗ് എപ്സ്റ്റീന്റെ സെല്ലിൽ ഉണ്ടാകുന്നില്ല. അന്ന് രാത്രി അവിടെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഗാർഡുമാർ ആദ്യം തങ്ങൾ രാത്രി മുഴുവൻ ഉണർന്നിരിപ്പുണ്ടായിരുന്നുവെന്നും പതിവില്ലാത്ത ഒന്നും ശ്രദ്ധയിൽപ്പെട്ടില്ല എന്നുമാണ് മൊഴി കൊടുത്തതെങ്കിലും പിന്നീട് അന്ന് രാത്രി തങ്ങൾ ഉറങ്ങിപ്പോയിരുന്നുവെന്നും നൽകിയ ആദ്യത്തെ മൊഴി വ്യാജമായിരുന്നുവെന്നും ടെസ്റ്റിഫൈ ചെയ്യുന്നുണ്ട്. എന്തായാലും അടുത്ത ദിവസം, അതായത് 2019 ഓഗസ്റ്റ് 10 രാവിലെ 6:30 മണിയോടെ എപ്സ്റ്റീനെ സ്വന്തം സെല്ലിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തുന്നു. ഓട്ടോപ്സിയിൽ എപ്സ്റ്റീന്റെ കഴുത്തിലെ ഹയോഡ് അസ്ഥി അടക്കമുള്ള പല അസ്ഥികൾക്കും മൾട്ടിപ്പിൾ ഫ്രാക്ചറുകൾ സംഭവിച്ചായിട്ട് സ്ഥിരീകരണമുണ്ട്. ഇത്തരം മുറിവുകൾ തൂങ്ങിയ മരണങ്ങളിലും കാണാറുണ്ട് എങ്കിലും അത് എപ്സ്റ്റീനെ ആരെങ്കിലും കഴുത്തിരിച്ച് കൊലപ്പെടുത്തിയതാകാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല. ഓഗസ്റ്റ് 16 ന്യൂയോർക്ക് സിറ്റി മെഡിക്കൽ എക്സാമിനർ ബാർബറ സാംസൺ എപ്സ്റ്റീൻ തൂങ്ങി മരിച്ചതാണ് എന്ന് അന്തിമ റിപ്പോർട്ട് നൽകുന്നു. എപ്സ്റ്റീന്റെ മരണം തുടങ്ങി വെച്ചത് ഗൂഢാലോചന സിദ്ധാന്തങ്ങളുടെ ഒരു പരമ്പര തന്നെയാണ്. എപ്സ്റ്റീൻ കേസിൽ ഇനിയും നിരവധി പ്രമുഖരുടെ പേരുകൾ പുറത്തു വരാനിരിക്കെ അയാളെ അതിദുരൂഹമായ സാഹചര്യത്തിൽ ജയിലിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയതിന് പിന്നിൽ ആരുടെയൊക്കെ കരങ്ങൾ ഉണ്ടെന്നുള്ള അഭ്യൂഹങ്ങളും ശക്തമായി. എപ്സ്റ്റീൻ കേസ് ലീഗൽ സർക്കിളുകളിൽ മാത്രമല്ല രാഷ്ട്രീയ വേദികളിൽ കൂടി അന്ന് വലിയ ചർച്ചകൾക്ക് വഴിവെച്ചു. 2024 തന്റെ പ്രസിഡൻഷ്യൽ ക്യാമ്പയിനിൽ ട്രംപ് കൊടുത്ത ഒരു പ്രധാന വാഗ്ദാനം താൻ പ്രസിഡന്റായിട്ട് മടങ്ങിയെത്തിയാൽ എപ്സ്റ്റീൻ ഫയലുകൾ എല്ലാം തന്നെ ഡീക്ലാസിഫൈ ചെയ്യും എന്നുള്ളതായിരുന്നു. കോൺഗ്രസ് അംഗങ്ങളായിട്ടുള്ള റോ ഖന്ന, തോമസ് ബെസ്സി എന്നിവർ ചേർന്ന് എപ്സ്റ്റീൻ ഫയൽസ് ട്രാൻസ്പെറൻസി ആക്ട് എന്നൊരു ബില്ലും അന്ന് അവതരിപ്പിക്കുന്നു. 2025 നവംബർ 18 ആ ബില്ല് പാസ്സാവുന്നു. അടുത്ത ദിവസം തന്നെ ട്രംപ് അതിൽ ഒപ്പുവെച്ച് സംഗതി നിയമമായതോടെ പിന്നെ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റിന് എപ്സ്റ്റീൻ കേസിലെ സകല രേഖകളും പുറത്തുവിടുകയല്ലാതെ മറ്റു മാർഗമില്ലാതെയായി. ഏതാണ്ട് 60 ലക്ഷത്തോളം പേജ് വരുന്ന ഡാറ്റ എപ്സ്റ്റീൻ വിഷയത്തിൽ റിലീസ് ചെയ്യപ്പെടേണ്ടതായിട്ടുണ്ട് എന്ന് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ജസ്റ്റിസ് അറിയിച്ചു. 2000 വീഡിയോകളും 1,80,000 പരം ഫോട്ടോഗ്രാഫുകളുമായി ഏകദേശം 30 ലക്ഷത്തോളം പേജുകൾ പബ്ലിക് ഡൊമൈനിൽ റിലീസ് ചെയ്യപ്പെട്ടു. ഇതിനെല്ലാം ചേർത്തുകൊണ്ട് പറയുന്ന പേരാണ് എപ്സ്റ്റീൻ ഫയൽസ് എന്നത്. ഈ എപ്സ്റ്റീൻ ഫയൽസ് പുറത്തു വന്നതോടെ പല സത്യങ്ങളുടെയും മുകളിൽ അതുവരെ ഉണ്ടായിരുന്ന തിരശീല നീങ്ങിക്കിട്ടി. അന്നുവരെ ലോകം നുണകൾ എന്ന് ഡിസ്ക്രെഡിറ്റ് ചെയ്തുകൊണ്ടിരുന്ന പല ആക്ഷേപങ്ങളും സത്യമാണ് എന്ന് അതിനുശേഷം തെളിഞ്ഞു. എപ്സ്റ്റീൻ മരിക്കുന്നതിന് 2 ആഴ്ച മുമ്പ് വരെയും അയാളുടെ അഭിഭാഷകർ മൻഹാട്ടൻ ഫെഡറൽ പ്രോസിക്യൂട്ടർമാരെ സഹകരണം തേടി സമീപിച്ചിരുന്നുവെന്ന് ഈ രേഖകൾ വിളിച്ചു പറഞ്ഞു. പുറത്തു വന്ന രേഖകളിൽ ഒന്ന് ഡൊണാൾഡ് ട്രംപിനെയും എപ്സ്റ്റീനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന 12ഓളം ക്ലിപ്പുകൾ അടങ്ങിയ ഒരു FBI സമ്മറി റിപ്പോർട്ടാണ്. അതുപോലെ എപ്സ്റ്റീനും എലോൺ മസ്കും തമ്മിൽ നടന്നിട്ടുള്ള നിരവധി ഇമെയിൽ എക്സ്ചേഞ്ചുകളും ഈ രേഖകളുടെ ഭാഗമാണ്. 2012-ലും 2013-ലും മസ്ക് എപ്സ്റ്റീന്റെ ദ്വീപ് സന്ദർശിക്കാൻ ഒരുങ്ങുന്നത് സംബന്ധിച്ച പല ഇമെയിലുകളും ഇക്കൂട്ടത്തിൽ ഉണ്ടെങ്കിലും അങ്ങനെ ഒരു വിസിറ്റ് നടന്നതായി മാത്രം ആ രേഖകളിലില്ല. മറ്റൊരു ഇമെയിൽ സൂചിപ്പിക്കുന്നത് 2010 ഹൗസ് അറസ്റ്റിൽ നിന്ന് റിലീസായ ശേഷം എപ്സ്റ്റീന് പ്രിൻസ് ആൻഡ്രൂ ബക്കിംഗ്ഹാം പാലസിലേക്ക് ക്ഷണിച്ചിരുന്നു എന്നാണ്. അതുപോലെ 2013 സെപ്റ്റംബർ 11 എഴുതിയ ഒരു ഇമെയിലിൽ വ്യവസായി റിച്ചാർഡ് ബ്രാൻസൺ എപ്സ്റ്റീന് അങ്ങേ നേരിൽ കാണാൻ സാധിച്ചതിൽ സന്തോഷമുണ്ട് എന്ന് എഴുതുന്നുണ്ട്. അതേ മെയിലിൽ തന്നെ അയാൾ കുറിക്കുന്നത് എനി ടൈം യു ആർ ഇൻ ദ ഏരിയ വുഡ് ലവ് ടു സീ യു ആസ് ലോങ് ആസ് യു ബ്രിങ് യുവർ ഹാരം. അതായത് ഇനിയും ഈ വഴി വന്നാൽ വിളിക്കണം, ഇനിയും കാണാം, അങ്ങിനി വരുമ്പോഴും അങ്ങയുടെ സുന്ദരികളെ കൂടെ കൊണ്ടുവരുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്ന് ബ്രാൻസൺ എഴുതുന്നു. ഇങ്ങനെ റിലീസ് ചെയ്യപ്പെട്ട രേഖകളുടെ കൂട്ടത്തിൽ ശതകോടീശ്വരൻ ബിൽ ഗേറ്റ്സ്, ബിൽ ക്ലിന്റൺ, പ്രിൻസ് ആൻഡ്രൂ എന്നിവർ സ്ത്രീകളുമായിട്ട് ഇടപഴകുന്നതിന്റെ ചിത്രങ്ങളും വിശദാംശങ്ങളും, അതുപോലെ നോം ചോംസ്കി എപ്സ്റ്റീൻ വിമാനത്തിൽ യാത്ര ചെയ്യുന്നതിന്റെ ചിത്രങ്ങളും ഒക്കെയുണ്ട്. ഈ എപ്സ്റ്റീൻ റിലീസുകൾ ഇങ്ങ് ഇന്ത്യയിലും ചെറുതല്ലാത്ത കൊടുങ്കാറ്റുകൾക്ക് കാരണമാകുന്നു. പുറത്തുവിട്ട രേഖകളിൽ അനിൽ അംബാനി, മുൻ കേന്ദ്രമന്ത്രി ഹർദീപ് സിംഗ് പുരി എന്നിവരുമായി എപ്സ്റ്റീൻ നടത്തിയ കമ്മ്യൂണിക്കേഷനുകളെ കുറിച്ചുള്ള പരാമർശങ്ങൾ ഉണ്ടായിരുന്നു എന്നതാണ് ഈ വിവാദങ്ങൾക്ക് കാരണമായത്. ജെഫ്രി എപ്സ്റ്റീന് നേരെ ഏറ്റവും ഗുരുതരമായ ആക്ഷേപങ്ങൾ ഉന്നയിച്ച വിർജീനിയ ഗൂഫ്രയെ 2025 ഏപ്രിൽ 25 ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തി.
മരിക്കും മുമ്പുള്ള 15 കൊല്ലക്കാലം തനിക്ക് എഫ്സിയിൽ നിന്ന് ഏൽക്കേണ്ടി വന്നിട്ടുള്ള പീഡനങ്ങളെക്കുറിച്ച് തുടർച്ചയായി കൃത്യം വിശദാംശങ്ങളോടെ തന്നെ വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരിക്കുകയായിരുന്നു ഗൂഫ്രെ. ആ രോദനങ്ങൾ ചെവി കൊടുക്കാൻ പക്ഷേ അപ്പോൾ ആരും ഉണ്ടായില്ല. എഫ്സിന്റെ വെള്ളിക്കാശു പറ്റിയ പ്രബലരായ പലരും ചേർന്ന് ഗൂഫ്രയുടെ വിശ്വാസ്യത തകർക്കാൻ വേണ്ടി ആവും വിധം പരിശ്രമിച്ചുകൊണ്ടേയിരുന്നു. ചിലർ അവളെ തിരിച്ചറിയാൻ പോലും വിസമ്മതിച്ചു. പ്രിൻസ് ആൻഡ്രൂ എല്ലാ കാലത്തും ആവർത്തിച്ചുകൊണ്ടേയിരുന്നത് താൻ ജീവിതത്തിൽ ഒരിക്കൽ പോലും ഗൂഫ്രയെ കണ്ടിട്ടില്ല എന്നാണ്. എന്നാൽ ദിവസങ്ങൾക്ക് മുമ്പ് മാത്രം പുറത്തു വന്ന ചില രേഖകൾ, സാക്ഷ്യങ്ങൾ, വിശേഷിച്ച് ഗിലെൻ മാക്സ്വെലിന്റെ മൊഴികൾ സ്ഥിരീകരിക്കുന്നത് ഗൂഫ്രെ പറഞ്ഞതുപോലെ പ്രിൻസ് ആൻഡ്രൂവുമായി അവർ ഗിലെന്റെ വീട്ടിൽ വെച്ച് കണ്ടിട്ടുണ്ട് എന്ന് തന്നെയാണ്. ജീവിച്ചിരുന്ന കാലം അത്രയും സത്യം മാത്രം വിളിച്ചു പറഞ്ഞ ഗൂഫ്രയ്ക്ക് അവരർഹിക്കുന്നൊരു ക്ലോഷർ കിട്ടിയത് അവർ മരിച്ചതിന് ശേഷം ആയിപ്പോയി എന്ന് മാത്രം. നമ്മൾ ഈ ലക്കത്തിന്റെ അന്ത്യത്തോട് അടുക്കുമ്പോൾ അമേരിക്കൻ സെനറ്റിന്റെ അതിനിർണായകമായൊരു ഹിയറിംഗ് സെഷനും അതിന്റെ പരിസമാപ്തിയിലേക്ക് കടക്കുകയാണ്. നമ്മൾ ഈ കഴിഞ്ഞ 1.5 പതിറ്റാണ്ട് കാലം എപ്സ്റ്റീൻ കേസിനെ എത്ര കെടുകാര്യസ്ഥതയോടെയാണ് കൈകാര്യം ചെയ്തത് എന്ന വസ്തുതയ്ക്ക് അടിവരയിടുന്നവയാണ് ഈ സെനറ്റ് ഹിയറിംഗിലൂടെ പുറത്തു വരുന്ന പുതിയ സംഗതികൾ. സെനറ്റർ കെന്നഡിക്ക് മുമ്പാകെ FBI ചീഫ് കാഷ് പട്ടേൽ ടെസ്റ്റിഫൈ ചെയ്തത് there was no credible information that Epstein trafficked girls to anyone else എന്നാണ്. അതായത് എപ്സ്റ്റീൻ മറ്റാർക്കെങ്കിലും വേണ്ടി പെൺകുട്ടികളെ കടത്തിയതിന് തെളിവൊന്നും ഉണ്ടായിരുന്നില്ല എന്ന്. പട്ടേൽ അതിനു മുമ്പും പിൻപും നടത്തിയ പല പ്രസ്താവനകളും ഇതുപോലെ എപ്സ്റ്റീന്റെ ഇരകളെന്ന് സ്വമേധയെ വെളിപ്പെടുത്തി മുന്നോട്ട് വന്ന നൂറുകണക്കായ യുവതികളെ ഡിസ്ക്രെഡിറ്റ് ചെയ്തുകൊണ്ടുള്ളവയായിരുന്നു. ആ പ്രസ്താവനകളിൽ രോഷം കൊണ്ട് കോൺഗ്രസ് വുമൺ പ്രമീള ജയ്പാൽ പറഞ്ഞത് ക്യാപിറ്റൽ ഹില്ലിലേക്ക് നേരിട്ടെത്തി തങ്ങൾ 14 വയസ്സ് പ്രായത്തിൽ എപ്സ്റ്റീനാൽ പീഡിപ്പിക്കപ്പെട്ടവരാണ്, ചൂഷണങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നവരാണ് എന്ന് മൊഴി നൽകിയ എല്ലാ സ്ത്രീകളുടെയും വിശ്വാസ്യതയാണ് നിങ്ങൾ ഇത്തരം പ്രസ്താവനകളിലൂടെ ഇല്ലാതാക്കുന്നത് എന്നാണ്. എപ്സ്റ്റീൻ കേസ് നമ്മുടെ മുന്നിൽ തുറന്നു വെക്കുന്നത് അമേരിക്കൻ ക്രിമിനൽ ജസ്റ്റിസ് സിസ്റ്റത്തിന്റെ വളരെ വൾണറബിൾ ആയിട്ടുള്ള ചില ലൂപ്പ് ഹോളുകളാണ്. 1996 എപ്സ്റ്റീൻ തന്നെ ലൈംഗികമായിട്ട് ചൂഷണം ചെയ്തു എന്ന് ആദ്യം ഉറക്കെ വിളിച്ചു പറഞ്ഞ മരിയ ഫാർമർ എന്ന യുവതിക്കും അവരുടെ അനുജത്തി ആനിക്കും അന്ന് പറയാനുണ്ടായിരുന്ന കാര്യങ്ങളെ സിസ്റ്റം ഗൗരവത്തോടെ പരിഗണിച്ചിരുന്നുവെങ്കിൽ അവർക്ക് ശേഷം പീഡിപ്പിക്കപ്പെട്ട നൂറുകണക്കിന് പെൺകുട്ടികൾ ഒരുപക്ഷെ രക്ഷപ്പെട്ടേനെ. എന്നാൽ അന്ന് ഈ ഇരകളെ വിശ്വസിക്കുന്നതിന് പകരം FBI അടക്കമുള്ള അന്വേഷണ ഏജൻസികളും സ്റ്റേറ്റ് അറ്റോർണീസ് ഓഫീസ് അടക്കമുള്ള മറ്റ് അധികാര സ്ഥാപനങ്ങളും ഒക്കെ ചെയ്തത് അവരെ സ്ലട്ട് ഷെയ്മിങ്ങിനും സ്മിയർ ക്യാമ്പയിനുകൾക്കും എറിഞ്ഞു കൊടുക്കുകയാണ്. നിരവധി പെൺകുട്ടികൾ ഒരാളെപ്പറ്റി ഒരേ പാറ്റേണിലുള്ള ലൈംഗിക ആക്ഷേപങ്ങൾ ഉന്നയിക്കുമ്പോൾ അതേപ്പറ്റി ഒരു പ്രാഥമിക അന്വേഷണമെങ്കിലും നടത്താനുള്ള ഉത്തരവാദിത്വം അന്ന് ഈ സ്റ്റേറ്റിനുണ്ടായിരുന്നു. അതന്ന് അവർ ചെയ്തിരുന്നുവെങ്കിൽ പിന്നീടുള്ളവരെങ്കിലും രക്ഷപ്പെട്ടേനെ. പലരും ചോദിക്കുന്ന ഒരു ചോദ്യം അന്ന് എന്തുകൊണ്ട് പരാതിപ്പെട്ടില്ല, ഇത്രയും കാലം കാത്തിരുന്നത് എന്തിനാണ് എന്നൊക്കെയാവും. ലൈംഗിക പീഡനങ്ങളുടെ ട്രോമ നാം കരുതുന്നതിലൊക്കെ വളരെ വലുതാണ്. പ്രായപൂർത്തിയാകും മുമ്പ് നേരിടേണ്ടി വരുന്ന പീഡനങ്ങളുടെ കാര്യത്തിൽ പ്രത്യേകിച്ചും വർഷങ്ങൾ കഴിഞ്ഞാകും ഇരകൾക്ക് അതേപ്പറ്റി ബോധ്യമുണ്ടാവുക. അപ്പോഴായിരിക്കും അവർ അതിനൊരു ക്ലോഷർ തേടി ആ വിഷയം പൊതുജന മധ്യത്തിലേക്ക് എടുത്തിടുക. അവരങ്ങനെ വർഷങ്ങൾക്ക് ശേഷം ധൈര്യം സംഭരിച്ച് തങ്ങൾ നേരിട്ട പീഡനങ്ങളെക്കുറിച്ച് പൊതുജനങ്ങളോട് തുറന്നു പരാതിപ്പെടുമ്പോൾ സമൂഹത്തിന് ഒരേ ഒരു ദൗത്യം മാത്രമാണ് ചെയ്യാൻ അവശേഷിക്കുന്നത്. അവർ പറയുന്നതിന് കാതോർക്കുക എന്ന ഒരൊറ്റ ഉത്തരവാദിത്വം മാത്രം. അല്ലാതെ അവർ ചെയ്യാതിരുന്ന കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ച് അവരെ കൂടുതൽ തളർത്തുകയല്ല ചെയ്യേണ്ടത്. എപ്സ്റ്റീന്റെ കഥ സത്യത്തിൽ ഒരു വ്യക്തി ചെയ്തു കൂട്ടിയ എണ്ണമറ്റ കുറ്റകൃത്യങ്ങളുടെ വിവരണം മാത്രമല്ല, അത് നമ്മൾ സമൂഹം എന്താണ് ചെയ്യേണ്ടത് എന്ന ഉറക്കെയുള്ള ഒരു ചോദ്യം കൂടിയാണ്. ദുർബലരായ ഇരകൾക്കൊപ്പം നിൽക്കുകയാണോ നമ്മൾ ചെയ്യേണ്ടത്, അതോ പ്രബലരായ കുറ്റാരോപിതരെ സംരക്ഷിച്ച് അവർക്ക് ഓശാന പാടുകയാണോ വേണ്ടത്? 2015 നടന്ന സ്റ്റാൻഫോർഡ് സർവകലാശാല ലൈംഗിക അതിക്രമത്തിലെ അതിജീവിതയും ആർട്ടിസ്റ്റുമായ ഷാനൽ മില്ലർ നോ മൈ നെയിം എന്ന തന്റെ പ്രസിദ്ധമായ പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുള്ള ഒരു വരിയിൽ നമുക്ക് ഈ ലക്കം ഉപസംഹരിക്കാം. I was believed by nobody, I was supported by nobody, and it took years to understand that the problem was not that I had failed to explain myself, the problem was that people had already decided not to hear me. എന്നെ ആരും വിശ്വസിച്ചതേയില്ല, എന്നെ ആരും പിന്തുണച്ചതുമില്ല. എനിക്ക് വർഷങ്ങൾ ഒരുപാട് എടുത്തു പിന്നെയും ഒരു കാര്യം മനസ്സിലാക്കാൻ. എൻ്റെ പക്ഷം വിശദീകരിക്കുന്നതിൽ ഞാൻ പരാജയപ്പെട്ടു പോയതല്ല പ്രശ്നം, എന്നെ കേൾക്കേണ്ട എന്ന് ഈ സമൂഹം എപ്പോഴേ തീരുമാനിച്ചുറപ്പിച്ചതു മാത്രമാണ്. മറ്റൊരു വല്ലാത്ത കഥയുമായി ഇനിയും വരാം.